നമസ്കാരം, ഞാൻ ബൈജു നായർ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ കൂടെ നിൽക്കുന്ന ആൾ നിങ്ങൾക്ക് പരിചിതമായ ഒരു മുഖമായിരിക്കും. ഒരു വർഷം മുമ്പ് നമ്മുടെ ചാനലിൽ പ്രത്യക്ഷപ്പെട്ട മണികണ്ഠനാണ്. മണികണ്ഠൻ നമസ്കാരം. നമസ്കാരം. ജർമ്മൻ ടെക് മോട്ടോഴ്സ് എന്ന സ്ഥാപനത്തിൻ്റെ ഉടമയാണ്. നമ്മളന്ന് ഫുജൈറയിൽ മണികണ്ഠൻ്റെ ഒരു സ്ഥാപനത്തിൻ്റെ വീഡിയോ ചെയ്തിരുന്നു. ഹോങ്ചി എന്ന ചൈനീസ് നിർമ്മിത കാറുകളായിരുന്നു അന്നതിൽ പ്രത്യക്ഷപ്പെട്ടത്. അതിനുശേഷം ഒരു വർഷം കൊണ്ട് തന്നെ കാര്യമായ വളർച്ച മണികണ്ഠൻ്റെ സ്ഥാപനത്തിനുണ്ടായി. റാസൽ ഖൈമയിൽ ഷോറൂം തുടങ്ങി. ഇപ്പോൾ ഏറ്റവും പുതിയ ഷോറൂം ഷാർജയിൽ ആരംഭിച്ചിരിക്കുകയാണ്. ഷാർജയിൽ അൽ വഹദ സ്ട്രീറ്റിൽ ഇൻഡസ്ട്രിയൽ നമ്പർ 4 അല്ലേ, അവിടെയാണ് ഏറ്റവും പുതിയ വിശാലമായ 20,000 സ്ക്വയർ ഫീറ്റുള്ള വമ്പൻ ഷോറൂം വന്നിരിക്കുന്നത്. ഇതിലിപ്പോൾ ഹോങ്ചി എന്ന ബ്രാൻഡ് നിങ്ങൾ കാണുന്നുണ്ടാവും. അത് തീർച്ചയായിട്ടും ഉണ്ട്. കൂടാതെ ഒരു തകർപ്പൻ ബ്രിട്ടീഷ് ബ്രാൻഡ് കൂടി ഈ ഒരു ഷോറൂമിൽ ആരംഭിച്ചിരിക്കുകയാണ്. ഇനിയോസ് എന്ന കമ്പനിയുടെ ഗ്രനേഡിയർ എന്ന ഗംഭീരമായൊരു വാഹനമാണ് ആ ഒരു കമ്പനി വഴി ഇവിടെ വിറ്റഴിക്കാൻ പോകുന്നത്. ഗ്രനേഡിയറിനെ പറ്റി പറയുമ്പോൾ കുറേ പറയാനുണ്ട്. നമ്മളൊരു വീഡിയോ തന്നെ അതിനെപ്പറ്റി ചെയ്യുന്നുണ്ട്. എങ്കിലും പഴയ ലാൻഡ് റോവർ ഡിഫൻഡറിൻ്റെ ഏതാണ്ട് പഴയ രൂപത്തെ ആസ്പദമാക്കി നിർമ്മിച്ച ഒരു വാഹനമെന്നാണ് പറയുന്നത്. തകർപ്പൻ വാഹനമാണ്. പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്കുള്ള തകർപ്പൻ സംഭവങ്ങളാണ് ഹോങ്ചിയുടെ ഭാഗമായിട്ടുള്ളത്. നമുക്കിപ്പോൾ ഇന്ന് കാണേണ്ടത് ഒരു വർഷം മുമ്പ് നമ്മൾ കണ്ട ഹോങ്ചിയുടെ മോഡലുകളിൽ എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നു, എന്തൊക്കെയാണ് പുതിയ മോഡലുകൾ വന്നിരിക്കുന്നത്, അതുപോലെ തന്നെ ഈ പുതിയ ഷോറൂമിൻ്റെ വിശേഷങ്ങൾ, അത്തരം കാര്യങ്ങളൊക്കെയാണ്. മറ്റൊരു സന്തോഷമുള്ള കാര്യം, അത് ഞങ്ങൾ ഇന്നലെ സംസാരിച്ചപ്പോൾ വളരെ അപ്രതീക്ഷിതമായിട്ട് ഞാൻ കേട്ടൊരു സംഭവമാണ്. അത് വളരെ സന്തോഷം തോന്നിയ കാര്യവുമാണ്. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ UAE ഒരു മലയാളിക്ക് ബ്രാൻഡ് ന്യൂ വാഹന ഷോറൂം ഉള്ളത് മണികണ്ഠന് മാത്രമാണ്. അത് കൈയടിക്കേണ്ട കാര്യം തന്നെയാണ്. കാരണം ഇഷ്ടംപോലെ ഷോറൂമുണ്ട്. എല്ലാം മറ്റു രാജ്യക്കാരുടെ അല്ലെങ്കിൽ UAE നാഷണാലിറ്റികളുടെ ആയിരിക്കാം. മലയാളികൾക്കുള്ളതെല്ലാം സെക്കൻഡ് ഹാൻഡ് തകർപ്പൻ ഷോറൂമൊക്കെ ഉണ്ടോ, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ പുതിയ വാഹനങ്ങളുടെ ഷോറൂം സ്വന്തമാക്കിയിരിക്കുന്ന മണികണ്ഠൻ മാത്രമാണ്. 3 ബ്രാഞ്ചുകളുമായിരിക്കും. അതിന് ഒന്നുകൂടെ കൈ കൊടു. താങ്ക് യു സോ മച്ച്. എനിക്കും അറിയണ്ടായിരുന്നില്ല, മനസ്സിലല്ലേ. ഇത്തവണ ഞാൻ ഇപ്പോൾ ഒരു വർഷത്തിന് ശേഷം UAE വന്നപ്പോൾ ഞാൻ കണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇവിടെ ചൈനീസ് ബ്രാൻഡുകൾ അങ്ങ് കീഴടക്കിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളത്. ഒരുപക്ഷെ പണ്ടൊക്കെ നമ്മൾ വരുമ്പോൾ നിസാൻ ടൊയോട്ട മാത്രമായിരുന്നെങ്കിൽ ഇപ്പോൾ ഒരു 3 വണ്ടി എടുത്താൽ ഒരെണ്ണം ചൈനീസായി അല്ലേ. തീർച്ചയായും. അതെന്തുകൊണ്ടാണ് ആ ഒരു പെട്ടെന്നൊരു മനംമാറ്റം ജനത്തിന് വരാൻ കാരണം? ക്വാളിറ്റി ആളുകൾ അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങി. ആദ്യഘട്ടങ്ങളിൽ ആൾക്കാർക്ക് ഭയങ്കര ഒരു ഭയപ്പാടോടുകൂടി സാധനം നോക്കില്ല. ഞാൻ അന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഏകദേശം 20-ൽ കൂടുതൽ കമ്പനികൾ ഇവിടെ എൻ്റർ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയും വരും. പക്ഷെ അതിൽ ഏറ്റവും പ്രീമിയം ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ചൈനയുടെ ഒഫീഷ്യൽ എന്താ പറയുന്നത്, ചൈനീസ് പ്രസിഡൻഷ്യൽ കാറാണ്. ചൈനീസ് പ്രസിഡന്റ് ഉപയോഗിക്കുന്നത് ഹോങ്ചിയുടെ വാഹനമാണ്. അതുകൊണ്ട് തന്നെ ഒരു ഔദ്യോഗിക പരിവേഷമുണ്ട്. ഔദ്യോഗിക പരിവേഷം, അതിന് അപ്ഡേഷൻ വളരെ ഫാസ്റ്റ് ആയിട്ടാണ് ഒരു കാര്യങ്ങൾ ചെയ്തത്. അതെ. അപ്പോൾ ഇപ്പം എത്ര ബ്രാൻഡുകൾ എത്തിക്കാണും ഇപ്പോൾ UAE ഏകദേശം 10-15 ബ്രാൻഡുകൾ ആളുകളെല്ലാം അക്സെപ്റ്റ് ചെയ്തു. അത് തീർച്ചയായിട്ടും ഒരു ഗംഭീര സംഭവമാണ്. കാരണം വെച്ചാൽ ഇവർ ടൊയോട്ടയുടെയൊക്കെ ഹാർഡ് കോർ ഫാൻസ് ഇതിലേക്ക് മാറണമെങ്കിൽ എത്രത്തോളം ഗംഭീരമായ വാഹനങ്ങളാണ്. ഞാൻ ഹോങ്ചി മാത്രമല്ല, ചൈനീസ് വാഹന നിർമ്മാതാക്കൾ പൊതുവെ നിർമ്മിച്ചു വരുന്നത് അല്ലേ. അതെ. പിന്നെ അത് മാത്രമല്ല, ഇതിലൊരു വേറെ രസകരമായിട്ടുള്ള സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യം ചൈനീസ് ബ്രാൻഡ് എടുക്കുമ്പോൾ അയാളുടെ വാല്യൂ കുറച്ചിട്ടാണ് ആളുകൾ കണ്ടിരുന്നത്. പക്ഷെ ഇപ്പോൾ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് 1.5 ലക്ഷം രൂപയുടെ വണ്ടിയായിരിക്കും, പക്ഷെ 1.5 മില്യൺ നമ്പർ പ്ലേറ്റ് ആണ് അതിനകത്തേക്ക്. കാരണം വണ്ടി ഡ്രൈവ് ചെയ്തേ പറ്റും, കാരണം അത്രയും ക്വാളിറ്റിയാണ് കൊടുക്കുന്നത്. അതായത് വണ്ടിയുടെ വില കുറവായതുകൊണ്ട് ആളുകൾ ചിലപ്പോൾ ജഡ്ജ്മെന്റ് ചെയ്യും, പക്ഷെ ആ വണ്ടിയുടെ ക്വാളിറ്റിയും അത് ആളുകളെ മനസ്സിലാക്കാനും സ്ട്രോങ് ആണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ 2 ഡിജിറ്റൽ നമ്പർ ഒക്കെ ഇതിനകത്ത് കയറി വരുന്നത്. അത് ഭയങ്കര സന്തോഷമുള്ള. ഇപ്പം നമ്മളിപ്പം തുടങ്ങിയിട്ട് ഇപ്പം ഹോങ്ചി വിറ്റ് തുടങ്ങിയിട്ട് എത്ര കാലമായി? ഹോങ്ചി ഇപ്പോൾ ഏകദേശം 3 വർഷമായി. അതിൽ എത്ര തൊട്ട് എത്ര വരെയാണ് നമ്മുടെ വില നിലവാരം? സ്റ്റാർട്ടിങ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് 1,20,000 സ്റ്റാർട്ടിങ്, 1,20,000. പക്ഷെ ഇപ്പോൾ ഓഫറിന് 99,000 ഒരു ഓഫേഴ്സ് ഒന്ന് പോകുന്നുണ്ട്. പക്ഷെ അത് 1.5 സ്റ്റാർട്ട് ചെയ്യുന്നത്. അണ്ടിൽ 415,000 അത്രയുണ്ട്. അതിൽ പുതിയ വേരിയന്റുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ SUV ഉണ്ട്, സെഡാൻ ഉണ്ട്, ഇലക്ട്രിക്കും ഉണ്ട്. ഇപ്പോൾ ഈ ഒരു വർഷം 2 മോഡൽ പുതിയ വന്നിട്ടുണ്ട്. അത് ഇവിടുത്തെ ആവശ്യകത അനുസരിച്ചിട്ടാണ്. 90% എനിക്ക് ലോക്കൽസ് ആണ് ഇവിടെ പോയിട്ടുള്ളത്. 10% മാത്രമേ ഉള്ളൂ ഇന്ത്യക്കാർ അല്ലെങ്കിൽ മറ്റു രാജ്യക്കാർ എടുത്തിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ലോക്കൽസ് സെലക്ട് ചെയ്യുന്നത് തന്നെ ഇന്ത്യക്കാർക്ക് ഒരു താല്പര്യം ജനിപ്പിക്കാൻ കാരണമാണ്. അതിനെക്കുറിച്ച് അറിഞ്ഞിട്ട് തന്നെയാണ് അവർ ചെയ്യുന്നത്. കാരണം അവർക്ക് ഇതിന് പ്രത്യേകിച്ച് പറഞ്ഞ് മനസ്സിലാക്കേണ്ട ആവശ്യമില്ല. കാരണം അവർ ഏറ്റവും കൂടുതൽ ഹൈ എൻഡ് വാഹനങ്ങൾ ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഒരു സെറ്റിൽ ഒന്ന് വന്നു കഴിഞ്ഞാൽ വീണ്ടും അവരതിനെ ഒരു ഫാമിലി ഡിഫറെന്റ് ടീമായിരിക്കും പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ ശരിക്കും ഇലക്ട്രിക് വാഹനങ്ങൾ നോക്കുകയാണെങ്കിൽ നടക്കാം. ഇലക്ട്രിക് വാഹനങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ഇപ്പോൾ UAE പൊതുവെ ട്രെൻഡ് എങ്ങനെയാണ് ഇലക്ട്രിക്കിലേക്കുള്ള ഒരു മാറ്റം? ഇലക്ട്രിക്കിലേക്ക് ആയി വരുന്നുള്ളൂ. കാരണം ദുബായ് ബേസ്ഡ് ആളുകൾ ഇപ്പോൾ അത്യാവശ്യം ചെയ്യുന്നുണ്ട്. പക്ഷെ മറ്റ് ടെറിട്ടറിയിലെ ആൾക്കാർക്ക് ഇപ്പോഴൊരു
ഒരു വിശ്വാസക്കുറവ് വന്നിട്ടുണ്ട്. കാരണം ചാർജിങ് സ്റ്റേഷൻ മറ്റുള്ള വിഷയങ്ങൾ, അതുകൊണ്ടാണ് ഇപ്പം പെട്രോൾ പോകുന്നത്. നമുക്ക് ഹോഞ്ചിയുടെ ഇനിയും 2 മോഡൽസ് വരുന്നുണ്ട്. ചിലപ്പോൾ അടുത്ത മാസത്തിൽ അത് ലോഞ്ച് ചെയ്യും. ഇലക്ട്രിക് ഇപ്പോൾ ഉള്ളത് ഏതാണ് നമ്മുടെ ഇലക്ട്രിക്? ഇപ്പോൾ ഓൺലി നമ്മുടെ പഴയ അന്ന് ഞാൻ കാണിച്ചത് തന്നെയാണ്. അത് എത്രയായിരുന്നു റേഞ്ച്? അത് 415 ആണ് അതിന്റെ ക്യാഷ് റേറ്റ്. പക്ഷെ 510 കിലോമീറ്റർ ആണ്. 510 കിലോമീറ്റർ. പക്ഷെ 510 ഇവിടെ കിട്ടുന്നില്ല, 450 കിലോമീറ്റർ കിട്ടുന്നുള്ളൂ. കാരണം അത് ഇവിടുത്തെ ഒരു ക്ലൈമറ്റിന്റെ ചൂടിന്റെ ഇതുകൊണ്ടായിരിക്കും. ഇതിപ്പോ നമ്മൾ ഈ ഷോറൂം തുടങ്ങിയിട്ട് എത്ര ദിവസമായി? ഇതേപോലെ കുറച്ച് ഒരു മാസങ്ങളായിട്ടുണ്ട്. ഏകദേശം 1-2 മാസമായിട്ടുള്ളൂ. പക്ഷെ ഇത് ഒഫീഷ്യൽ ലോഞ്ച് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. ജസ്റ്റ് സോഫ്റ്റ് ലോഞ്ച് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പം ഈ ഷാർജ നഗര മധ്യത്തിൽ 20,000 സ്ക്വയർ ഫീറ്റ് എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. പണ്ടൊരു വിഖ്യാതമായ ബ്രാൻഡിന്റെ ഷോറൂം ആയിരുന്നു. അങ്ങനെ പലരും കണ്ടിട്ടുള്ളതായിരിക്കാം. ഇവിടെ സർവീസ് ഉണ്ട്, എല്ലാം ഉണ്ട്. പിന്നെ വേറൊരു സന്തോഷമുള്ള കേസ് ഇനി കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് ഇവിടുന്ന് ഒരാൾ വണ്ടി എടുത്തിട്ടുണ്ട്. അത് മലയാളിയാണ് എടുത്തത്. ആള് EHS ആണ്, ഏറ്റവും ടോപ്പിന്റെ വീഡിയോ കണ്ടു. അതെ, അദ്ദേഹത്തിന് എൻ്റെ എല്ലാവിധ ആശംസകളും കൈയടി തരുന്നു. തീർച്ചയായിട്ടും മലയാളികളിലേക്ക് ഇപ്പോൾ ഇന്ത്യയിലെ മൊത്തത്തിൽ നോക്കിയാൽ പോലും മലയാളികളടക്കമുള്ള മലയാളികൾ ഏറ്റവും കൂടുതൽ ഇലക്ട്രിക് വണ്ടികൾ വാങ്ങിക്കുന്നതും ചൈനീസ് വണ്ടികൾ വാങ്ങിക്കുന്നതും എന്ന് പറയുമ്പോൾ ഇവിടെയും ആ ഒരു ട്രെൻഡ് പെട്ടെന്ന് തന്നെ വരും എന്നുള്ള ഒരു സംശയമില്ല. ഞങ്ങൾ പുള്ളിനെ വളരെയധികം ഫോളോ അപ്പ് ചെയ്തിരുന്നു. കുറേ ചിന്തിച്ചതിന് ശേഷം അദ്ദേഹം എടുത്തത്. ആള് ഫുൾ ഹാപ്പിയാണ്. അപ്പോൾ അവിടെ നിന്നാണ് ഒരു കക്ഷി പൂവൊക്കെ വെച്ച് നടക്കുന്നത്. പുള്ളി H9 ആണ്. നമ്മൾ ഒന്നും കൂടി ഫേസ് ലിഫ്റ്റ് ചെയ്ത് വന്നിട്ടുള്ള H9 ആണ്. അത് ഡെലിവറിക്കല്ലാണ്. കാരണം ഇന്ന് ഡെലിവറി പോകേണ്ടതാണ്. ശരി. ഇത് പെട്രോൾ എഞ്ചിൻ. ഇത് പെട്രോൾ എഞ്ചിൻ. അതെ, ഇത് അതേ സെയിം സാധനങ്ങൾ തന്നെ, പഴയ പോലെ തന്നെ 4 സിലിണ്ടർ 6 സിലിണ്ടർ ആണ്. പക്ഷെ ഇതിന്റെ ഷേപ്പ് മൊത്തത്തിലൊന്ന് മാറി, ഇന്റീരിയർ കുറച്ച് മാറി. പണ്ട് ഇങ്ങനെയുള്ള ഒരു ആർച്ചിൽ ഇങ്ങനെ ഒരു ലൈറ്റ് ആയിരുന്നു, അത് കുറച്ച് ലൈറ്റ് ആയിട്ട് മാറി. ഇത് കുറച്ചുകൂടെ ഭംഗിയായി. ഗ്രില്ലിന് ചെറിയൊരു മാറ്റങ്ങൾ വന്നു. പിന്നെ ഉള്ളിലാണ് കൂടുതൽ മാറ്റങ്ങൾ വന്നിട്ടുള്ളത്. ഡാഷ്ബോർഡ് മൊത്തം മാറ്റി, എയർ വെന്റ് കംപ്ലീറ്റ് ഇന്റഗ്രേറ്റ് ആക്കി. ഒരു ലൈറ്റ് മാത്രമേ കാണുള്ളൂ. ഫ്രാഗ്രൻസ് ആഡ് ചെയ്തു. അതൊക്കെയാണ്. എന്താ ഇന്റീരിയറിന്റെ കാര്യത്തിൽ ഇവരൊന്നും ഒന്നും പറയാനില്ല കേട്ടോ. ആ ഇതൊക്കെ കണ്ടില്ലേ, എന്താ പറയണ്ട, സ്ക്രീനിന്റെ ഒക്കെ. പിന്നെ AC വെന്റ് ഒന്ന് കാണിക്കാവോ? എവിടെയാണ് AC വെന്റ് എന്നുള്ളത്? കൺസീൽഡ് അല്ലേ? ജസ്റ്റ് ആ ലൈൻ മാത്രമേ കാണുന്നുള്ളൂ. ഈ ലൈൻ ഉള്ളതുകൊണ്ടാണ് മനസ്സിലാകുന്നത് AC വെന്റ് അവിടെ ഉണ്ടെന്നുള്ള കാര്യം. ഇവിടെ ഇങ്ങനെ കൺസോൾ എന്നൊക്കെ പറഞ്ഞാൽ ഹെവി കൺസോള്. ഇതാണ് കീ. എന്തൊക്കെയാണ് നമുക്ക് സ്പെഷ്യാലിറ്റി? ഇതിന്റെ മൊത്തം ഇന്റീരിയർ ചേഞ്ച് ആയി. അതായത് ഫ്രണ്ടിലെ ഗ്രില്ലും മാത്രമേ നമുക്ക് വ്യത്യാസം വന്നിട്ടുള്ളൂ. സ്റ്റിയറിംഗ് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും ചേഞ്ച് ആയി. അല്ലെങ്കിൽ കാർബൺ ഫൈബറിന്റെ ഒഴുക്ക്, അതുപോലെ AC ഇന്റഗ്രേറ്റഡ് ആണ്. പിന്നെ അത് മാത്രമല്ല ഇതിനകത്ത് ഫ്രാഗ്രൻസ് ആഡ് ചെയ്ത്. പിന്നെ ഇത് ഓൾ വീൽ ഡ്രൈവ് ആണ്. നല്ല ഫ്രാഗ്രൻസ്, നല്ല മണം വരുന്നുണ്ട്. ഓൾ വീൽ ഡ്രൈവ് ആണ്. 5 ലിറ്റർ എഞ്ചിനാ? അല്ല, 3.0 ആണ്. ഇവ ഞാൻ വേറൊരു കാര്യം, മണി എനിക്ക് അയച്ചു തന്നൊരു സാധനത്തിൽ എനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നി സംഭവിച്ചാൽ, ഇതിന്റെ ഈ ചാർജിങ് പാഡ് സാധാരണ വണ്ടികൾ സിംഗിൾ കോയിൽ, ഇത് 3 കോയിൽ, അതുകൊണ്ട് ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് ചാർജ്. അത് മാത്രമല്ല ഇതിനകത്തുള്ള ഇത് ഇങ്ങോട്ടും തുറക്കാം. ഓക്കെ, അത് കഴിഞ്ഞ അവിടെ നിന്ന് ഇങ്ങോട്ടും തുറക്കാം. നിസ്സാര കേസുള്ള കാര്യങ്ങൾ വളരെ രസകരമായിട്ടാണ് അത് എൻ്റർ ചെയ്യുന്നത്. പിന്നെ ഈ ഒരു ലൈനൊക്കെ കണ്ടില്ലേ, എത്ര പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ. ഭയങ്കര ബിൽഡ് ക്വാളിറ്റിയാണ്. നമ്മൾ ഈ എവറി ഇഞ്ച് നമുക്കത് ഫീൽ ചെയ്യാൻ സാധിക്കും. ഇവിടെ നല്ല സോഫ്റ്റ് ടോപ്പാണ് അല്ലേ, നല്ല രസമുണ്ട്. വീടിലും ഒരു സൺറൂഫ്, മൊത്തത്തിൽ മാറ്റങ്ങൾ വരുത്തി. കാരണം ഈ വണ്ടി അത്രയും പ്രീമിയം ആയിട്ടാണ് ആൾക്കാർ യൂസ് ചെയ്യുന്നത്. അതെ. ഇതിനപ്പോൾ ഇവിടുത്തെ 3.25 ഇത് ഫുൾ ഓപ്ഷൻ ആണ്. ഇത് ഫുൾ ഓപ്ഷൻ വരുന്നത് 329,900 ഇതാണ് റേറ്റ്. അതിന് സിംഗിൾ ടോൺ ഉണ്ട്. അതിന് താഴെ വന്ന് ഏറ്റവും ബേസിക് വരുന്നത് 220 റേഞ്ചിൽ. ഇതിന്റെ വാറണ്ടി ഒക്കെ എങ്ങനെയാണ്, എന്തൊക്കെയാണ്? 7 years അൺലിമിറ്റഡ് കിലോമീറ്റർ വാറണ്ടി. അതുകൊണ്ട് എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് സർവീസിന് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും കിട്ടാന്നില്ല. സർവീസിന് 5 പൈസ കിട്ടില്ല. കാരണം വാറണ്ടിയിലാണ്, എന്ത് പ്രശ്നം വന്നാലും വാറണ്ടി. ഇപ്പൊ ടയർ ബേസിക് സാധനങ്ങൾ മാത്രമേ അവര് തേമാനത്തിനനുസരിച്ച് മാറ്റുള്ളൂ. അതും 70,000 കിലോമീറ്റർ ഫ്രീ സർവീസും കൊടുക്കും. ഒന്നും ചെയ്യല്ല. മണിക്കാണെങ്കിൽ ഒരു ഗംഭീര മൾട്ടി ബ്രാൻഡ് വർക്ക്ഷോപ്പ് ഉള്ള ആളാണ്. അതുകൊണ്ടാണ് ബാക്കിയുള്ള കാര്യങ്ങൾ നടന്നത്. അല്ല, എന്തായാലും ഇത്തരം ബ്രാൻഡുകൾ തീർച്ചയായിട്ടും അത് മുന്നോട്ട് പോകുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് മാർക്കറ്റ് പിടിക്കുന്നുള്ള സംശയമില്ല. പക്ഷെ ഇതെന്റെ ഫ്രണ്ട് അല്ല ശരിക്കും, ഫ്രണ്ട് ഇതിന്റെ ബാക്കാണ് എന്റെ ഫ്രണ്ട്. ബാക്കി ഇരുന്ന് നോക്കാം. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ എമിറേറ്റ്സിന്റെ ഒക്കെ ബിസിനസ് ക്ലാസ്സിലെ സീറ്റിന്റെ സ്ക്രീനുകളൊക്കെ ആണല്ലോ. അപ്പൊ ഇത് ശരിക്കും ഫ്രണ്ടിലെ സ്ക്രീനിന്റെ എല്ലാ ഫംഗ്ഷൻസ് ഇതിലുണ്ടോ? ഇതിന് മ്യൂസിക് സിസ്റ്റം കംപ്ലീറ്റ് നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാം. ഓക്കെ, പിന്നെ അത് മാത്രമല്ല ഇതിൽ അത്യാവശ്യം വർക്ക് നിങ്ങൾക്ക് ഉണ്ടാവും. കാരണം ബിസിനസ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ. ഇതിപ്പോ ഞാൻ ചെറുതായിട്ടൊക്കെ ഒന്ന്
ഇപ്പൊ നമുക്കൊന്ന് ബിസിനസ് ഇപ്പൊ നമുക്ക് കൂളായിട്ട് ഇതിൽ ലാപ്പൊക്കെ വെച്ചിട്ട് ഉഷാറായിട്ട് എല്ലാ കാര്യം എന്ത് ചെയ്യാം. അത് വളരെ ക്വാളിറ്റി, ഹൈ ബിൽഡ് ക്വാളിറ്റിയാണ് സാധനം വരുന്നത്. വളരെ കൺസീൽഡ് ആയിട്ട് അതും. അതെ, പിന്നെ ഞാൻ ഏകദേശം 6.2 ഹൈറ്റ് ആണ്. എനിക്ക് വളരെ കൂളായിട്ട് ഇരിക്കാം. ഇതിനകത്ത് തന്നെ മസാജിങ് സിസ്റ്റം മറ്റുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ ഇനിയിപ്പോ കുറച്ചും കൂടി വേറെ കുറെ ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഇതിനകത്ത് സാധനങ്ങൾ എന്തെങ്കിലും സ്റ്റോർ ചെയ്യാം. ആരും കാണാതെ വെക്കേണ്ട സാധനങ്ങളൊക്കെ അതിൻ്റെ അകത്ത് വെക്കാം. കൺസോൾ ഒരു സംഭവം ഒറ്റ കൺസോൾ അല്ലേ? അതെ, ഇതിനകത്ത് AC വെന്റ് ഇവിടെയാണ് വരുന്നത്. ഡിസ്റ്റർബൻസ് വളരെ കുറവായിരിക്കും. അതുപോലെ തന്നെ പില്ലർ, ഈ പില്ലറിലും AC വെന്റ് ഉണ്ട്. സ്പീക്കറൊക്കെ ആണെങ്കിൽ എനിക്ക് കിടിലം മ്യൂസിക് സിസ്റ്റം ആണ്. അതെ അതെ, ഗംഭീര മ്യൂസിക് സിസ്റ്റം ആണ്. പിന്നെ ഇവിടെ കപ്പ് ഹോൾഡർ ഉണ്ട്. ഇവിടെ വയർലെസ് ചാർജിങ്ങും ഉണ്ട്. ഇതിന് സ്റ്റോറേജ് ഉണ്ട്. ഇതിനകത്ത് നമുക്ക് സ്റ്റോറേജ് വെക്കാൻ പറ്റും. ഇത് വയർലെസ് ചാർജർ എല്ലാം ഉണ്ട്. ഇതാണ് ഇതിന്റെ ഏറ്റവും ടോപ്പ് റേഞ്ച്. അത് മാത്രമല്ല സീറ്റ് നാപ്പോ ലെതർ മൽക്കന്തറിയും കൂടി മിക്സ് ചെയ്തിട്ട് വളരെ റിലാക്സ് ആയിട്ട് ലെഗ് സ്പേസ് ശരിക്കും പറഞ്ഞാൽ മേബാക്കിൽ ഇല്ലാത്ത സാധനങ്ങളൊക്കെ ഇതിന്റെ അകത്ത് അല്ലേ? ഒരു മാക്സിമം കൊണ്ടുവരുന്നുണ്ട്. നമ്മുടെ നാട്ടിലെ ഒരു 60-65 ലക്ഷം രൂപയ്ക്കാണ് ഇതെല്ലാം കിട്ടുന്നത്. ടോപ്പ് എൻഡ് എന്ന് പറയുന്ന ഒരു സംഭവം തന്നെയാണ്. അത് ഗംഭീരമാണ്. കാരണം യാത്ര ചെയ്തിട്ട് ഇപ്പൊ ഞാനിപ്പോ 3 വർഷമായി. ഇപ്പൊ എന്റെ ബ്രാൻഡ് ആയാൽ പോലും ഞാനത് ഞാൻ വരാൻ ഹാപ്പിയാണ്. നമ്മളൊരു കാര്യം ചെയ്യുന്നത് സംതിങ് സ്പെഷ്യൽ ആയിട്ട്. തീർച്ചയായിട്ടും. അപ്പോൾ അതാ തിരിച്ച് നമ്മൾ ഫ്ലൈറ്റിലെ ഫ്രണ്ട് സീറ്റ് ഇരിക്കുന്നവർക്ക് കിട്ടുന്ന സാധനങ്ങളാണ് ഇതിൽ ഈ കണ്ടത്. അടിപൊളി കൊള്ളാം. അപ്പോൾ എന്തായാലും ഇവൻ തകർപ്പം തന്നെ. അപ്പോൾ ഇതിന്ന് നമുക്ക് ഡെലിവറിയാണ് അല്ലേ? ഡെലിവറിയാണ്. കൊള്ളാം. ഇനി ഏതാണ് നമ്മൾ കഴിഞ്ഞ തവണ കണ്ടതിൽ നിന്നും മാറ്റം സംഭവിച്ച അല്ലെങ്കിൽ ഏറ്റവും പുതിയതായിട്ടൊക്കെ പറയാവുന്നത്? ഇതിലാണ് ഏറ്റവും കൂടുതൽ V6 ആണ്. 3.0. അപ്പോൾ ഇനി അടുത്തത് എന്താണ് പ്രധാന മാറ്റം സംഭവിച്ചത്? ഇത് ഇങ്ങനെ ഓടിച്ചു പോയി കഴിഞ്ഞാൽ നല്ലത്. ഒരു വണ്ടി ചിലപ്പോൾ ഒരു എപ്പിസോഡിനുള്ള അല്ലെങ്കിൽ 2 എപ്പിസോഡിനുള്ള സാധനം. അതെ, പറഞ്ഞാൽ തീരാത്ത വിശേഷങ്ങൾ ഓരോ വണ്ടിയിലും. ഒരുപാട് വിശേഷങ്ങൾ ഇപ്പൊ ജസ്റ്റ് ചുമ്മാ നോക്കി വിടാണ്. പക്ഷെ ഇപ്പൊ നമുക്ക് ഡിമാൻഡ് കൂടുതലായിട്ട് വന്നത് എല്ലാവരും ഈ 7 സീറ്ററിനെ കുറിച്ചിട്ട് ഒരു ചർച്ച ഉണ്ടായിരുന്നു. ഫൈനലി അതും ഇപ്പൊ എത്തിയിട്ടുണ്ട്. അത് ലോഞ്ച് കഴിഞ്ഞിട്ടില്ല, ഓൾറെഡി ഇപ്പൊ 7 സീറ്റർ എത്തിയിട്ടുണ്ട്. ഇതും ഓൾ വീൽ ഡ്രൈവ് ആണ്. അതെ അല്ലേ? അതെ. ഇത് നല്ല നീളമൊക്കെ ഉണ്ടല്ലേ? നല്ല അത്യാവശ്യം ഒരു ഭയങ്കര രസകരമായിട്ട് ഒരു ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിന്റെയും ഇന്റീരിയർ ഒരു T ഷേപ്പ് ആണ് ഇന്റീരിയർ കൊടുത്തിട്ടുള്ളത്. ഒരു വ്യത്യസ്തതയുണ്ട് ഇന്റീരിയറിന്. സ്ക്രീൻ വെച്ചുള്ള കളിയാണ്. അതെ, ഇപ്പൊ പഴയ പോലെ കൂടുതൽ സ്വിച്ച്. അത് മാത്രമേ അതിന്റെ AC വെന്റ് ഒക്കെ നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നു. ഗോൾഡൻ കളറൊക്കെ കൊടുത്ത് മെറ്റൽ പീസും കൂടി വെച്ചു. അതെ. അപ്പോൾ ഇതിന്റെ കാര്യത്തിൽ കണ്ടില്ലേ, കിടിലൻ സ്ക്രീൻ ഫ്രണ്ടിൽ ഈ പറഞ്ഞ T ഷേപ്പാണ് ഡാഷ്ബോർഡിൻ്റെ ഒക്കെ ഭാഗത്തിന് കൊടുത്തേക്കുന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ ഒരു ബ്രോൺസ് കളർ നല്ല രസമായിട്ടുണ്ട്. AC വെന്റിൻ്റെ ബ്രോൺസ്. ഇവിടെയൊക്കെ ചെറിയ തടിയുടെ ഫിനിഷ് ഇവിടെ കൊടുത്തിരിക്കുന്നു. ഇവിടെയൊക്കെ ആ തടിയുടെ ഫിനിഷ് വന്നിട്ടുണ്ട്. ഈ ലൈറ്റിംഗ് സംവിധാനം ഭയങ്കര രസമായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. ആംബിയൻസ് ലൈറ്റ് വളരെ ഗംഭീരമായിട്ട്. ഇതിനകത്ത് വരെ ചെറിയ രീതിയിൽ ആംബിയൻസ് ആംബിയൻ ലൈറ്റ് ഇവിടെ ക്യാമറ നോക്കുമ്പോൾ ഇവിടെ കാണുന്നുണ്ടാവും പല കളേഴ്സിലുള്ള ആംബിയൻ ലൈറ്റ്. ഈവൻ ടെയിൽ ലാമ്പിന് പോലും നമുക്ക് പലതരത്തിലുള്ള അതിൻ്റെ ഇൻറ്റീരിയറിലെ ആ ഒരു എലമെൻസിലൊക്കെ പല മാറ്റങ്ങളും വരുത്തുക. അതൊക്കെയാണ് ഇതിൻ്റെ രസകരമായ കാര്യം. പിന്നെ ഇതൊരു 7 സീറ്ററാണ്. സെക്കൻഡ് റോയിൽ ലാവിഷായിട്ട് സ്ഥലം. സെക്കൻഡ് റോ അല്ലേ? അതെ, ഇഷ്ടം പോലെ സ്ഥലമുണ്ട്. പിന്നെ ഇതിപ്പോൾ അതൊന്നും ഇളക്കിയിട്ടില്ല കേട്ടോ. ഇത് പുതിയ വണ്ടിയാണ്. ഇത് ലോഞ്ച് കഴിഞ്ഞിട്ടില്ല, നമ്മളൊന്ന് കാണിക്കുന്നതേ ഉള്ളൂ. ഇവിടെ നേരത്തെ മറ്റേ മോഡലിൽ കണ്ട പോലെ തന്നെ AC-യുടെ അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ ഇവിടെ സ്ക്രീനുണ്ട്. ചാർജിങ് പോയിൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ സൺറൂഫ് എന്നൊക്കെ പറഞ്ഞാൽ പനോരമിക്കുന്നത് അങ്ങേറ്റം പനോരമിക്കും. പിന്നെ ഇവിടെ എന്താ ട്രേ മറ്റുണ്ട്, ഇവിടെ ഒന്ന് കാണുന്നല്ലോ. ഇതിനകത്ത് ഒരു ട്രേ കൂടി ഇങ്ങോട്ട് വരും. അതിനകത്ത് ഫുഡ് മറ്റുള്ള കാര്യങ്ങൾ എല്ലാം ചെയ്യാൻ വേണ്ടി. അത് മറ്റേ ടോപ്പ് എൻഡ് മോഡൽ. ടോപ്പ് എൻഡ് മോഡൽ ഇവിടെ ഒരു ട്രേ വരും. പിന്നെ 7 സീറ്ററാണ്. ബാക്കിൽ പറഞ്ഞത് നല്ല സ്പേസ് അവിടെയും ഉണ്ട്. 2 പേർക്ക് ശരിക്കും 2 പേർക്ക് അവിടെ സുഖമായിട്ടിരിക്കും അല്ലേ? 2 പേർക്ക് സുഖമായിട്ടിരിക്കും. 2, 3, 2, 7 പേര്. പിന്നെ ഇതുപോലെ ഈ സൺറൂഫൊക്കെ അങ്ങേറ്റം വരെ ഉള്ളതുകൊണ്ട് വളരെ പ്ലസൻ്റ് ആയിരിക്കും ഇൻറ്റീരിയർ എന്നുള്ളൊരു സംശയമില്ല. ഇത് കൊള്ളാം. ഇതിൻ്റെ വിലയൊക്കെ വന്നോ മണി? ഇതിൻ്റെ വില എത്തിയിട്ടുണ്ട്. ഞാൻ സാറിന് അതിൻ്റെ ഐഡിയയിലൊന്ന് ഇടാൻ വേണ്ടി കറക്റ്റായിട്ട് എനിക്ക് കിട്ടിയിട്ടില്ല. ലോഞ്ച് കഴിഞ്ഞില്ലല്ലോ അല്ലേ? പക്ഷെ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. വില വന്നിട്ടുണ്ട്. എനിക്ക് ഒരു ഡൈനാ ഓഡിയോ ആണ്. ഡൈനാ ഡെൻമാർക്ക് അല്ലേ? ഡെൻമാർക്ക്. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ ചൈന അല്ല. ഓഡിയോ സിസ്റ്റത്തിലൊക്കെ ചൈന ഡെൻമാർക്കിലെത്തി അല്ലേ? അത് വളരെ ഗംഭീരമായിട്ടുള്ള ഡി പില്ലറിന്റെ മേലെ ഇവിടെ ഭയങ്കര രസകരമായി. അതുപോലെ തന്നെ ഇവിടുത്തെ ബാക്ക് നല്ല ഭംഗിയായിട്ടുണ്ട്. ബാക്കിന്റെ ഒരു എന്താ പറയുക, ഒരു വലിയ ഒരു വിഡ്ത്തൊക്കെ ഭയങ്കര സ്ട്രോങ് ആയിട്ടാണ്. HS7 എന്നാണ്. 7 സീറ്റും 7 സീറ്റിലും ആളുണ്ടെങ്കിൽ പോലും ഇത്രയും ബൂട്ട് സ്പേസ് ഉണ്ടെന്നുള്ളല്ലേ? ബൂട്ട് സ്പേസ് ആളിൽ നമുക്ക് ഫോൾഡ് ചെയ്യാം. അതെ. ഞാൻ പറഞ്ഞത് അല്ലെങ്കിലും മോശമല്ല. മുകളിലായിട്ടൊക്കെ 3-4 വലിയ പെട്ടികളൊക്കെ വയ്ക്കാവുന്ന അത്രയും സ്പേസ് ഉണ്ട്.
പിന്നെ ഇത് നല്ല ലുക്കാണ് കേട്ടോ. ഇത് ഏത് മോഡലായിരുന്നു? ഇതാണ് H5 ആണ്. പക്ഷേ ഈ മോഡല് ലാസ്റ്റ് മോഡലാണ്. ഇനി ഇതില്ല, ഇനി വരില്ല. ഓ അത് ശരി. 2023 ആണ്. ആകെ 2 മോഡൽ നമ്മൾ എടുത്തോളൂ. പക്ഷെ ഭയങ്കര രസമുണ്ട്, രസകരമായിട്ടാണ്. ആകെ 2 പീസുള്ളൂ. അത് ശരി. അപ്പോൾ ഇത് നല്ല വില കുറച്ചൊക്കെ തരുമായിരിക്കും. തീർച്ചയായിട്ടും. ആകെ 2 ഉള്ളൂ. 1-2 ആളുകൾ നമ്മളായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. 2023 ആണ്. 1.8 പിന്നെ ഒരെണ്ണം 2.0. ഓ ഓ അതെ. ഇനി ഇതിൻ്റെയൊക്കെ ശരിക്കും ഇത് നമ്മൾ H9 ആണ്. അതിന്റെ വേറെ അടുത്തൊരു വേറെ മോഡലാണ്. ഇതിന്റെ ഇത് 5 സീറ്റർ. നമ്മൾ നേരത്തെ കണ്ട 4 സീറ്റർ. ഓക്കെ ഓക്കെ. ഓ ഇതിന്റെ ആ ഇന്റീരിയറിന്റെ കളേഴ്സ് ഉണ്ടോ, ശരിക്കും നമ്മള് പോർഷയിലൊക്കെ കണ്ടിരിക്കുന്ന അതേ അല്ലേ? ഭയങ്കര ക്ലാസ് ലുക്കാണ്. 4 ടൈപ്പ് ഇന്റീരിയർ വരുന്നുണ്ട്. 4 കളേഴ്സ് വരുന്നുണ്ടല്ലേ? അത് ശരി, രസമായിട്ടുണ്ട്. പിന്നെ ഇതിന്റെ കാര്യത്തിൽ നമ്മൾ നേരത്തെ കണ്ടത് 5 സീറ്റർ ആണെങ്കിൽ 4 സീറ്റർ ആണ്. ഇത് പക്ഷേ 5 ആണ്. നടുവിലും കൂടെ ബാക്കിൽ ഒരാൾക്ക് ഇരിക്കാൻ പറ്റും. ഇനി ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള വേറൊരു സാധനം വന്നിട്ടുള്ളത് എന്നെ സംബന്ധിച്ചത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വണ്ടിയാണ്. ഇവനെ റെഡ് കാർപ്പറ്റ് ഇട്ടിരിക്കുകയാണല്ലോ. അതാണ് പുള്ളിക്കാരൻ്റെ റെഡ് കാർപ്പറ്റ്. ഇത് ലോഞ്ച് ചെയ്തിട്ടില്ല. ഇത് നിങ്ങൾ പറയണം എന്താണ്. ഞാൻ വെറുതെ ചുമ്മാ പറഞ്ഞിരിക്കാറില്ല. എന്താണ് ഫീൽ എന്നുള്ളത് വിജയേട്ടൻ തന്നെ പറയണം. ഇത് ഭയങ്കര എന്താ പറയണ്ടേ, നമുക്കിങ്ങനെ എലഗൻസ് എന്നൊക്കെ പറയല്ലേ, എലഗൻസ് ആണ് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഒരു സംഭവം എന്ന് പറയുന്നത്. ഇതിന്റെ ഗ്രില്ല് വാട്ടർ ഫ്ലോസിന് ബേസ് ചെയ്തിട്ടാണ് ഇവർ ഉണ്ടാക്കിയിട്ടുള്ളത്. വെള്ളം ഒഴുകി വരുന്ന വെള്ളച്ചാട്ടത്തിന്റെ രീതിയിൽ. അപ്പൊ ഹെഡ്ലൈറ്റ് ഒക്കെ ശരിക്കും ഇപ്പൊ താഴേക്കായി എല്ലാ വണ്ടികളും താഴേക്ക്. അതെ അതെ. ഇപ്പൊ ഞാൻ ഇതിലൊരു അൺലോക്ക് ഒന്ന് കാണിക്കാം. അതുകൊണ്ട് അൺലോക്ക് ചെയ്തപ്പോഴത്തേക്ക് ഇവിടെ നമ്മുടെ ലൈന് അത്രയും പോകുന്നുണ്ട്. അത് മാത്രമല്ല, നമ്മൾ DRL ലൈറ്റ് ഒക്കെ നമുക്ക് സൗകര്യം പോലെ നമ്മുടേതായിട്ടുള്ള രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യാം. ഇതിപ്പോ ജസ്റ്റ് ഒന്ന് അൺലോക്ക് ചെയ്താണ്. അതല്ല, ഇത് നമുക്ക് സാധാരണ നോർമലി DRL എല്ലാം കത്തിക്കെടുക്കും. ഇത് സ്റ്റെപ്പായിട്ട് ക്രിസ്റ്റൽ കത്തിക്കെടുക്കാം. ഇത് ജസ്റ്റ് വെൽക്കം ലൈറ്റ്. അമേസിംഗ് ആയിട്ടുള്ളൊരു ഇതാണ്. ഇവൻ ഇവിടെ കൊടുത്തൊരു സ്റ്റീലിന്റെ കാണിച്ചു ഉണ്ട്. അതായത് സ്വാഭാവിക രീതിയിൽ ഇത് പ്ലാസ്റ്റിക്കിൽ എയർ അടിക്കുമ്പോൾ ഈ പ്രാണികളൊക്കെ കൂടിയിട്ട് ക്ലീൻ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇത് അതിന്റെ മേലെ അത് ഉണ്ടാവില്ല. ജസ്റ്റ് വെള്ളം അടിച്ചു കഴിഞ്ഞാൽ. അതുപോലെ വീൽ സൈസ് ഒക്കെ വളരെ വലുതല്ലേ ശരിക്കും. സെഡാൻ ആണെന്ന് വെച്ചിട്ട് പറഞ്ഞതല്ലേ. 19 ഇഞ്ച് ടയേഴ്സും അതിന്റെ അലോയ് വീലൊക്കെ ഉണ്ടോ? അലയൊക്കെ നല്ല ഒരു പുതിയ ഡിസൈൻ, അതും ബ്രോൺസ് കളറിൽ കൊടുത്തിരിക്കുന്നു. ഇന്റീരിയർ കളർ അടിപൊളിയാണ്. സ്പോർട്സ് ആണ് ഈ സാധനം കൊടുത്തത്. കണ്ടില്ലേ, റെഡില് ബ്ലാക്കും റെഡിൻ്റെ കൂടെ ഒരു സംഭവമാണ് കൊടുത്തിരിക്കുന്നത്. ഇതിലും ഡൈന ഓഡിയോയുടെ കിടിലൻ മ്യൂസിക് സിസ്റ്റം ഉണ്ട്. അത് കയറി ഇരിക്കാം ഭാവിച്ചോ. അപ്പോൾ ഇതിൽ ഈ പറഞ്ഞ പോലെ ഫുൾ ബ്ലാക്കിൻ്റെ രസമുണ്ട്, ഇടയ്ക്കിടയ്ക്ക് വുഡ് ഫിനിഷ് ഉണ്ട് അല്ലേ? അതെ, വുഡ് ഫിനിഷും പിന്നെ കാർബൺ ഫൈബറും. പിന്നെ ഇപ്പോഴാണ് ഇതിന് വന്നിട്ടുള്ളത് ഗംഭീരമായിട്ട്. പിന്നെ നമ്മൾ ഇതിലൊരു വേറൊരു ജസ്റ്റ് ഒരു ഫ്രാഗ്രൻസിന്റെ ഫീലിങ്സും. അത് മാത്രമല്ല അരോമ. ഈ സാധനം നമ്മൾ ജസ്റ്റ് ഒന്ന് ഇട്ട് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് ഭയങ്കര രസകരമായിട്ടുള്ള ഫീലാണ്. ശരിക്കും ഓണം വരുമല്ലേ? അതെ, 4 ഫ്രാഗ്രൻസ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നു. ഇതപ്പോ റീഫിൽ ചെയ്യണോ? റീഫിൽ ചെയ്യണം. എനിക്ക് തോന്നുന്നു ഇതിനൊക്കെ ആപ്പാടെ മണികണ്ഠന് കാശ് കിട്ടാവുന്ന റീഫിലിനാ. അത്രേ ഉള്ളൂ, വേറെ കിട്ടുന്നില്ല. സർവീസ് ഫുൾ വാറന്റിയിലാണ് പറഞ്ഞത്, നമ്മൾ കൊടുത്തേ പറ്റുള്ളൂ. പിന്നെ അത് മാത്രമല്ല, ഇതൊരു നമ്മൾ പേഴ്സണൽ ഇപ്പം നമ്മളൊരു എവിടെയെങ്കിലും വണ്ടി പാർക്ക് ചെയ്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ മ്യൂസിക് ഉണ്ടാവും. മ്യൂസിക്കാണ് വളരെ ലൈറ്റായിട്ട് നല്ലൊരു പ്രകൃതിയുടെ ഒരു ഫീലിൽ നിൽക്കിരിക്കാം. ഇനി ആ മൂഡ് പോയിട്ട് ഇത് 5 മിനിറ്റോ 10 മിനിറ്റോ നമ്മൾ അതിനനുസരിച്ച് ചെയ്യാൻ വേണ്ടി പറ്റും. അത് കഴിഞ്ഞ് പിന്നെ വേറൊരെണ്ണം കൂടി ഉള്ളത്, ജസ്റ്റ് സെക്കൻഡ്, ഫോറസ്റ്റിലാണെന്നുണ്ടെങ്കിൽ ആ ഫോറസ്റ്റിന്റെ ഒരു മ്യൂസിക്കും നമ്മൾ സീറ്റ് ബാക്കിലേക്ക് പോകും. ജസ്റ്റ് ഒന്ന് റിലാക്സ്, സീറ്റ് പോകും, മസാജും സ്റ്റാർട്ട് ചെയ്ത് റിലാക്സ് ആയിട്ട് ഒരു ആംബിയൻസ് വെച്ചിട്ട് അങ്ങനെ ഇരിക്കും. അതായത് എങ്ങനെയൊക്കെയാണ് ഒരു ഏതൊക്കെ രീതിയിൽ ഇതൊരു ഇത് നമുക്കൊരു റൊമാൻറ്റിക് മോഡൊക്കെ ബൈചേട്ടനൊക്കെ വേണമെന്നുണ്ട് ഫാമിലി. അല്ല പിന്നെ ഇത് നിങ്ങളുടെ സ്വന്തം പാർട്ടിക്കാർക്ക് നമ്മുടെ ചൈന പാർട്ടിയിലെ അല്ലേ സ്വന്തം. അതാ ഫ്രണ്ട് നമ്മളെ വെൽക്കം ചെയ്തപ്പോഴും കണ്ടോ, ഒരു ചുമന്ന വരെ അങ്ങനെ ഓടിപ്പോയി. എന്നൊക്കെ പറഞ്ഞാലും നമ്മുടെ പാർട്ടിയെ മറന്നൊരു പരിപാടി ചൈന ചെയ്യില്ല. അതാണ് അതുകൊള്ളാം. ഭയങ്കര രസമാണ്. ഇത്ര ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും ഭയങ്കര തോട്ട്ഫുൾ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് എല്ലാ കാര്യങ്ങളും. നമ്മൾ തമാശ പറയുന്ന രീതിയിലാണെങ്കിലും ശരി, വളരെ ഒരു വാഹനം നമ്മൾ മേടിക്കുമ്പോൾ അതിനകത്ത് മാക്സിമം എന്തൊക്കെ അവർ ഇൻവോൾവ് ചെയ്യണം എല്ലാ ദിവസവും. കാരണം ഓരോ ദിവസം കൂടുമ്പോഴും ബ്രാൻഡ് അല്ല അവർ വിൽക്കുന്നത്, അവർ പ്രൊഡക്റ്റ് അത്രയും ക്വാളിറ്റിയിലാണ് വിൽക്കുന്നത്.
നമ്മൾ പണ്ട് പറഞ്ഞത് നമ്മുടെ ചൈനീസ് വണ്ടി അല്ലേ എന്ന് പറയുന്ന സാധനമൊക്കെ പോയിട്ട് ഇത് പറയുന്നു തോന്നുന്നു. ഒരിക്കലും പറ്റില്ല. ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് നിങ്ങൾക്കുണ്ട്, ഞാനൊന്നും അത്ര ആയിട്ടില്ല. അല്ല തീർച്ചയായിട്ടും നമ്മളിപ്പോൾ പണ്ട് പറയല്ലേ ആഡംബരത്തിന്റെ അവസാന വാക്കെന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ബെൻസ് എസ് ക്ലാസ് ഒക്കെ പരിചയപ്പെടുത്തിക്കൊണ്ടിരുന്നത്. ഇപ്പൊ അതൊന്നും വേണ്ട. ഒരു 25 ലക്ഷം രൂപയുടെ ചൈനീസ് വാഹനം ആഡംബരത്തിന്റെ അവസാന വാക്കായിട്ട് അതിൽ എന്തൊക്കെ ആഡ് ചെയ്യുന്നുണ്ട്, അത് സേഫ്റ്റി ഫീച്ചേഴ്സ് അങ്ങേയറ്റം സേഫ്റ്റി. അതെ തീർച്ചയായിട്ടും സേഫ്റ്റിയും അതുപോലെ ഉണ്ട്. അത് നമ്മൾ ചോദിച്ചില്ലല്ലോ. എല്ലാത്തിലും 8-9 എയർ ബാഗ് ഒക്കെ തീർച്ചയായിട്ടും ഉണ്ടാവുമല്ലോ. 9 എയർ ബാഗാണ് സ്റ്റാൻഡേർഡ്. ഗംഭീരമായിട്ടുള്ള എന്താ പറയാ, എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ചെയ്യുന്ന കാര്യങ്ങളിൽ ഒരു പ്രൗഡ് മൂവ്മെന്റ് ആണ്. അത് വളരെ സന്തോഷകരമായിട്ട് കിട്ടുന്നുണ്ട്. തീർച്ചയായിട്ടും. കാരണം ഒരു വാഹനം എടുത്തിട്ട് അത് വളരെ മോശമായെന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമമാണ്. അത് ക്വാളിറ്റി, പ്രൈസ് ഇതൊരു സെക്കൻഡറി ആണ്, ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് ഒരു. തീർച്ചയായിട്ടും. അപ്പോൾ ഇതിന്റെ ബാക്ക് സീറ്റ് ഒന്ന് കാണാം. ബാക്ക് ഒന്ന് നോക്കിയോ. ഇതിലും വേണമെങ്കിൽ സ്ക്രീൻ ഫിറ്റ് ചെയ്യാം അല്ലേ? അതെ, ബാക്കിൽ വേണമെങ്കിൽ സ്പോർട്സ് മോഡലാണ് അവർ ചെയ്തിട്ടുള്ളത്. ഇത് ശരിക്കും നമ്മൾ ഈ കാണുന്നത് റേസ് സീറ്റാണ്, റേസ് മോഡൽ സീറ്റാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ഒരു രസമുണ്ട് ഇതിൽ. അതുപോലെ നല്ല തൈ സപ്പോർട്ടൊക്കെയാണ്, ഇരിക്കുമ്പോൾ നല്ല തൈ സപ്പോർട്ടുണ്ട്. പിന്നെ നല്ല ആംറസ്റ്റ്, കപ്പ് ഹോൾഡേഴ്സ് എല്ലാം ഉണ്ട്. ഇതിൽ വീണ്ടും സ്പേസും മൊബൈലൊക്കെ വയ്ക്കാൻ സ്പേസ് ഉണ്ട്. ഇവിടെ പേപ്പേഴ്സൊക്കെ വയ്ക്കാം. പിന്നെ AC വെൻ്റ്, ഇവിടെ ചെറിയ മൊബൈലൊക്കെ വയ്ക്കാം. 2 ചാർജിങ് പോർട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാം പക്കയാണ്. ഇവിടെ ഡൈന ഓഡിയോയുടെ സ്പീക്കേഴ്സ് ഇവിടെ തലയ്ക്ക് മുകളിൽ വരുന്നുണ്ട്. സ്ക്രീൻ ഇവിടം റൂഫ് ഇവിടം വരെയാണ്, സൺറൂഫ് ഇവിടം വരെയാണ് വരുന്നത്. എന്നാലും എലഗൻസ് എന്ന് പറയുന്നത് കൃത്യമായി നമുക്ക് അനുഭവിച്ചറിയാൻ പറ്റും. അതുപോലെ തന്നെ നിർമ്മാണ നിലവാരം ഒരു കുറ്റവും പറയാൻ പറ്റാത്ത നിർമ്മാണ നിലവാരമുണ്ട്. തീർന്നിട്ടില്ല, നമുക്ക് അടുത്ത മോഡൽ നോക്കാം. നമുക്കിതിൻ്റെ ബൂട്ട് സ്പേസും ഡിക്കും ഒന്നും ഓക്കെ. പിന്നെ ഈ സൺറൂഫിൻ്റെ ഒരു കേസ് ലാൻഡ് റോവറിലൊക്കെയാണ് കണ്ടിട്ടുള്ളത്. ഇത് ജസ്റ്റ് ഫോൾഡ് ചെയ്ത് മുകളിലേക്ക് വരും അല്ലേ? അതെ. ഇതിപ്പോൾ പൊതുവെ ഇത്രയും കാണാറില്ല. ഇല്ല, പണ്ട് സ്കോഡ ഒക്ടേവിയയിൽ ഒക്കെ നമ്മൾ കണ്ടിരുന്ന സാധനമാണ്. അതെ. ഇതിപ്പോൾ പൊതുവെ അങ്ങനെ കൊടുക്കാറില്ല. അത് രസമാണ്. നമ്മൾ ഓപ്പൺ ചെയ്ത് പോകുന്ന ഭംഗിയായിരിക്കും, ഭയങ്കര സ്പോർട്ടി ആയിരിക്കും. അപ്പം മണികണ്ഠൻ ഇവിടെ ബൂട്ടിലെന്തോ കാണിക്കുന്നുണ്ട്. എൻ്റെ അമ്മ, ബൂട്ടങ്ങ് ബമ്പർ വരെ ഉണ്ടല്ലോ ഫ്രണ്ടിൽ. യാത്ര പോയി കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ കിടന്നുറങ്ങാം എന്നുള്ള രീതിയിലാണ്. സീറ്റ് ഫോൾഡ് ചെയ്താൽ അങ്ങോട്ട് സീറ്റ് ഫോൾഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇതോടെ കഴിഞ്ഞാൽ സുഖമായിട്ട് നീണ്ടു കിടന്ന് അല്ലേ? അതെ അതെ. എവിടെയും പാർക്ക് ചെയ്ത് കിടന്ന് ഉറങ്ങാൻ പറ്റും. ഉണ്ടല്ലേ? സ്പെയർ ടയർ എല്ലാത്തിനുണ്ടോ? ഉണ്ട്. കൊള്ളാം. അപ്പോൾ ഇതെന്ത് വിലയ്ക്ക് നമുക്ക് തരാൻ പോകുന്നത്? ഇതും പ്രൈസ് ഞാനിപ്പോൾ ഫിക്സ് ചെയ്ത് തരാം. പക്ഷേ ഇതിൽ ഏറ്റവും രസകരമായിട്ടുള്ള കേസ് ഇതിന്റെ എക്സോസ്റ്റ് ആണ്. നമ്മുടെ കാളക്കൊമ്പില്ലേ, അതായത് കാളക്കൊമ്പ് എന്നല്ല പറയാ, ശരിക്കും നമ്മളെ എന്താ പറയാ, കാട്ടുപോത്തില്ലേ, കാട്ടുപോത്തിന്റെ കൊമ്പിന്റെ ഒരു കൊമ്പിന്റെ ഷേപ്പ്. ചൈനയിലുണ്ടല്ലോ അല്ലേ കാണുന്നത്. ഓക്കെ, ഇത് ആദ്യമായിട്ട് നമുക്ക് തുടങ്ങി പറയാം. ഇതില് ചൈനീസ് ബ്രാൻഡിങ് നമ്മൾ എടുത്തു കളഞ്ഞു. ഇപ്പൊ വെറും ഇംഗ്ലീഷ് ബ്രാൻഡ്. ചൈനീസ് ബ്രാൻഡ് ഉണ്ടായിരുന്നു. അത് കസ്റ്റമേഴ്സ് എല്ലാവർക്കും വണ്ടികൾ കൂടുതൽ വരുമ്പോൾ അവർക്ക് ആ ബ്രാൻഡ് പറ്റുന്നില്ല. അതുകൊണ്ട് പിന്നെ ഹോഞ്ചി തന്നെ എഴുതി. ഇപ്പൊ വരുന്നത് ഈ സൈലൻസറാണ് ഇതിന്റെ ഏറ്റവും രസകരമായിട്ട് സെന്ററിൽ വരുന്നത്. അതിന് മാത്രമേ വരുന്നുള്ളൂ. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഇനിയിപ്പോൾ ക്രോം ഇഷ്ടം അല്ലെങ്കിൽ ഇതൊക്കെ ഡീക്രോം ചെയ്ത് കളഞ്ഞാൽ മതി അല്ലേ? ഡീക്രോം ചെയ്താൽ പക്കയായിരിക്കും, നല്ല ഭംഗിയായിരിക്കും. എൻ്റെ അഭിപ്രായത്തിൽ ഇതെടുക്കുകയാണ്, എൻ്റെ ബ്ലാക്ക് എടുത്തിട്ട് ഫുൾ ഡീക്രോം കൂടെ ചെയ്യാം. അടിപൊളിയായിരിക്കും, നല്ല രസമായിരിക്കും കാണാൻ. ഇതുപോലെ ഹോങ് ചി എന്നാട്ടോ, ഹോങ് ജി എന്നാണ് ശരിക്കും ഉച്ചാരണം അല്ലേ? ഹോങ്ഷി എന്നാണ്, ഹോങ്ഷി. അപ്പം എഴുതുന്നത് ഇങ്ങനെയൊക്കെ ആണെങ്കിലും ആ ഉച്ചാരണം അങ്ങനെയാണ്. പിന്നെ ഇതൊക്കെ LED സ്ട്രിപ്പ് തന്നെ അങ്ങേറ്റം വരെ. ഇത് രസകരമായിട്ടുള്ള കേസ് തന്നെ. കുറെ ആൾക്കാരെ വിളിച്ചിട്ട് ഹോങ്കോയി അല്ലേ, ഹോങ്കി അല്ലേ. ഞാൻ ചൈനീസുകാരെ അടുത്ത് അവരെ പ്രൊനൗൺസിയേഷൻ ആണ് ഹോങ്ഷി. അങ്ങനെ പഠിച്ചാണ് ഞാൻ. എനിക്കും കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അല്ല, നമ്മുടെ നാട്ടുകാർ ഇപ്പോഴല്ലേ ഫോക്സ് വാഗൺ എന്ന് പറയാൻ തുടങ്ങിയത്. അത് കുറച്ചു കാലം എടുക്കും ഒന്ന് പഠിച്ചു വരാൻ. അതുപോലെ തന്നെ ഇപ്പോഴും ഒത്തിരി വണ്ടികൾ തെറ്റിച്ച് പറയുന്ന പ്യൂഷോടെ എല്ലാവരും തെറ്റിച്ച് PZ എന്നൊക്കെ പറയാറുണ്ട്. അതിപ്പോൾ നമ്മളെ കുറ്റം പറഞ്ഞ കാര്യമില്ല. നമ്മൾ എഴുതുന്ന വായിക്കുന്ന ഒരു ശീലം. മലയാളീസാണ്, വേറെ രാജ്യത്തിന്റെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിന് നമുക്ക് കുഴപ്പമൊന്നുമില്ല. അതെ, കുഴപ്പമൊന്നുമില്ല. അതെ. അപ്പോൾ എന്തായാലും ഇത് നല്ല രസമുണ്ട് കേട്ടോ.
സൺറൂഫ് ഇങ്ങനെ നിൽക്കുന്ന നല്ല രസമായിട്ടുണ്ട്. അത് വൈറ്റ് ആൻഡ് ബ്ലാക്കിന്റെ ഒരു കോമ്പിനേഷൻ ഉണ്ടല്ലോ, അത് അത്രയും അവർ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും നമ്മൾ എക്സ്ട്രാ ചെയ്യിക്കണ്ട, ഈ ഡുവൽ എക്സ്ട്രാ ചെയ്യാനൊന്നുമില്ല. ഇപ്പൊ ഏതെങ്കിലും ഷോറൂമിലുണ്ട് എന്തെങ്കിലും ഒന്നും നമ്മളെടുത്തില്ല, ഒന്നുമില്ല. ശരി, ആക്സറീസ് ഒന്നുമില്ല, എല്ലാം ഫുൾ ഓർഡർഡ് ആണ്. സാധനം മേടിക്കുന്നത് മാക്സിമം പോയി കഴിഞ്ഞാൽ പെർഫ്യൂം അതും ഇപ്പോൾ ഇതിൽ ഇൻബിൽഡ് ചെയ്തു. ഒരു ഡീലറുടെ രോദനങ്ങളാണ് നിങ്ങൾ കേട്ടിട്ടിരിക്കുന്നത്. അപ്പോൾ ഇനി എന്താണ് നമുക്ക് കാണാനുള്ളത്? ഇനി ശരിക്കും റോൾസ് റോയ്സിനെ അനുസ്മരിപ്പിക്കുന്ന, നമ്മൾ കഴിഞ്ഞ തവണ കണ്ടതാണ് അദ്ദേഹത്തെ. അതെ, അതാണ് ആ മൂലയിൽ കിടക്കുന്നത്. അതിൻ്റെ ഈവൻ പെയിൻറ് സ്കീം പോലും നമ്മൾ ശരിക്കും ഒരു റോൾസ് റോയ്സിൻ്റെ രീതിയാണ്. ഇത് നന്നായിട്ട് പോകുന്നുണ്ടോ? നന്നായിട്ട് പോകുന്നുണ്ടല്ലേ. ഇനി നമുക്ക് വരുന്നത് H5 എന്നൊരു മോഡലും കൂടി വന്നിട്ടുണ്ട്. അത് H5ന്റെ ഫേസ് ലിഫ്റ്റ് ആണ്. ആദ്യം ഉണ്ടായിരുന്നു, സോറി HS5 HS5ന്റെ ഫേസ് ലിഫ്റ്റ് വന്നിട്ടുണ്ട്. അതും കൂടി നമ്മൾ കാണിക്കാം. ഇത് നമ്മൾ കഴിഞ്ഞ കാണിച്ചത് വളരെ വിശദമായി നമ്മളതൊക്കെ അന്ന് പരിചയപ്പെടുത്തിയിരുന്നു. മോഡൽ കംപ്ലീറ്റ് മാറിയെന്നുള്ളൂ. 2025. ഇത് ഒരു മിഡ് സൈസ് SUV ആണ്. അതെ, HS3. ഇത് HS3, അടുത്തത് HS5. ഇത് ഉസാഡോ എന്ന് പറയുന്നതാണ് നമ്മുടെ എൻട്രി ലെവൽ മോഡൽ. ആദ്യത്തെ എൻട്രി മോഡലാണ് ആ ബ്ലാക്ക് കണ്ടില്ലേ, 2023. അത് അവസാനിച്ചു. ഇനി ഇതാണ് നമുക്ക് ഇവിടുന്ന് ഹോങ്ഷിയുടെ വാങ്ങിക്കാവുന്ന ഏറ്റവും എൻട്രി ലെവൽ മോഡലാണ്. എന്ത് വില സ്റ്റാർട്ട് ചെയ്യുന്നത്? 1.20. അതായത് അതിന്റെ താഴേക്കുണ്ട് 1.5 ഉണ്ട്. പക്ഷെ ഫുൾ ഓപ്ഷൻ ആണ് ഏറ്റവും കൂടുതൽ ഇവിടെ വിറ്റ് പോകുന്നത്. 1.20 പോലും നിങ്ങൾ ഇന്റീരിയർ ഒക്കെ ഒന്ന് കണ്ടു നോക്കിയാൽ മനസ്സിലാവും എത്രത്തോളം പ്രീമിയം ആണ് ഇന്റീരിയർ. എൻട്രി ലെവൽ മോഡലിന്റെ പോലും ഇന്റീരിയർ ഒക്കെ വളരെ പ്രീമിയം. എനിക്ക് തോന്നുന്നു ഒത്തിരി വ്യത്യാസങ്ങളൊന്നും ഇല്ല ശരിക്കും. ടോപ്പിന്റെ എല്ലാം ഉണ്ട്, സാധനം ഉണ്ട്. ആ കൂടി മസാജും മറ്റേ ടയറിന്റെ വ്യത്യാസം. മസാജൊക്കെ പിന്നെ ഇവിടെ ഇഷ്ടംപോലെ വേറെ ഉണ്ടല്ലോ അല്ലേ? ദുബായില് കുഴപ്പമില്ല. ഇതാണ് നമ്മുടെ HS5. മൊത്തത്തിൽ രൂപം ഭാവം എല്ലാം മാറി. ഇതിന് എനിക്ക് സൈഡ് വ്യൂ ഏറ്റവും ഇഷ്ടപ്പെട്ടു. സൈഡ് വ്യൂ നല്ല രസമായിട്ടുണ്ട്. അത് പഴയ ആ ബ്ലൂ പഴയ മോഡലാണ്. അത് രണ്ടെണ്ണം നമ്മളെടുത്തുള്ളൂ. പക്ഷെ ചില ആളുകൾക്ക് അത് ഇഷ്ടമുണ്ട്. ഇതിലിപ്പോ എന്താ പ്രധാനമായിട്ട് മാറ്റം വന്നത്? എന്തൊക്കെയാണ്? കംപ്ലീറ്റ് ഗ്രില്ല്, ഹെഡ്ലൈറ്റ്, ഇന്റീരിയർ എല്ലാം മാറ്റം. ഇത് 5 സീറ്റർ ആണ്. ഇത് 5 സീറ്റർ. ഇതിന്റെ വില സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാ? ഇതിന്റെ വിലയും സ്റ്റാർട്ട് ചെയ്യുന്നത് ഡീറ്റെയിൽസ് ഞാൻ ഇതിന് അടിയിൽ കൊടുക്കാതിരിക്കുന്നില്ല. കാരണം ഇപ്പൊ സെയിൽസ് നിന്നൊക്കെ കുറച്ച് വിട്ടുന്നിട്ട് ഈ ഷോറൂം ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ട് നിൽക്കുകയാണ്. എന്തായാലും അത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ നമ്പറൊക്കെ കൊടുക്കാം. അപ്പോൾ പിന്നെ പെട്ടെന്ന് വിളിച്ച് ചോദിച്ച് മനസ്സിലാക്കാം. തീർച്ചയായിട്ടും. പിന്നെ ഇന്റീരിയർ അടിപൊളി കേട്ടോ. ഇത് ശരിക്കും നല്ല കളർ കോമ്പിനേഷൻ കേട്ടോ. ഈ ഒരു ആഷ്, ഇത് ബ്ലാക്ക്, പിന്നെ റോട്ടറി സ്വിച്ചൊക്കെ ഉണ്ട്, വലിയ സ്ക്രീനുണ്ട്. ഇത് ഓൺ ചെയ്ത് നോക്കൂ, സ്ക്രീൻ ഇവിടെ പല. ഇത് കണ്ടോ, ഇതൊരു ഈ പറഞ്ഞ പോലെ അധികം കാണാത്ത സംഭവമാണ്. ഇത് ബാറ്ററിയുടെ ഒരു കട്ട് ഓഫ് ആണ് ഈ ഒരു സ്വിച്ച് എന്ന് പറയുന്നത്. അത് നിങ്ങൾ വെളിയിലൊക്കെ കുറച്ച് ദിവസത്തേക്ക് വണ്ടി ഇട്ടിട്ട് പോകുമ്പോൾ നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം ബാറ്ററി ഡ്രെയിൻ ആകുമെന്നാണ്. അതിന് നമ്മൾ ബാറ്ററി കട്ട് ഓഫ് ചെയ്തിട്ട് പോകും. അതൊരു ഗംഭീര സാധനം അല്ലേ? അതൊക്കെ ഞാൻ പറയാം, എത്ര തോട്ട്ഫുള്ളി ഇവരുടെ സംഭവം. പക്ഷേ ഞങ്ങളത് ചില കസ്റ്റമേഴ്സിന് ആവശ്യമുള്ളവർക്ക് മാത്രമേ വെച്ചു കൊടുക്കാറുള്ളൂ. അല്ലെങ്കിൽ അവർ മറന്നു പോകും. നമ്മൾ അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ കൊണ്ടുപോകും, അല്ലെങ്കിൽ ഞങ്ങൾ റിമൂവ് ചെയ്ത് കൊടുക്കും. ഇതിപ്പോൾ ഫുള്ളി ഡിജിറ്റലാണ് അല്ലേ? സ്ക്രീനൊക്കെ ഫുള്ളി ഡിജിറ്റലാണ്. പിന്നെ ഇതിന് ക്രൂസ് കൺട്രോളും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇത് എത്ര ലിറ്റർ എഞ്ചിന്? 2.2 ലിറ്റർ എഞ്ചിനാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ എനിക്ക് എൻ്റെ ഇന്റീരിയറിൻ്റെ ഈ കളർ സ്കീം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല രസമായിട്ടുണ്ട്. പിന്നെ നല്ല സീറ്റ് ഹൈറ്റ് ഉണ്ടല്ലോ, പക്ക SUV ആണ്. അതെ, പക്ക SUV. നല്ല സീറ്റിംഗ് പൊസിഷൻ. എങ്ങനെയുണ്ട്? ഗിയറിൻ്റെ ഒരു അനാവശ്യമായിട്ടുള്ള ഹൈറ്റുകളൊന്നുമില്ല, വളരെ ഇൻബിൽഡ് ആയിട്ട്. അതെ. പിന്നെ ഈ പറഞ്ഞ എല്ലാം കെട്ടുപൊട്ടിക്കാതെ വെച്ചിരിക്കുന്ന കേട്ടോ. എല്ലാം പുതിയതായതുകൊണ്ട് പ്ലാസ്റ്റിക് കവറൊക്കെ ഊരാതെ. ഞാൻ എപ്പോഴും പറഞ്ഞ നായന്മാരുടെ വീട്ടിലെ സോഫ പോലെ പ്ലാസ്റ്റിക് കവർ കളയില്ല തന്നെ കാണും. അത് സ്വാഭാവികമായിട്ട് ആര് വാഹനം എടുത്താലും സീറ്റ് കവർ അടിച്ചിടും. അത് ചെയ്യരുതെന്ന് ഞാൻ പറയുള്ളൂ. കാരണം അതിന്റെ ഒരു ഫീലിങ്സ് അവർക്ക് കിട്ടില്ല. ഇത് വണ്ടി വിൽക്കുമ്പോഴും കാണും ഈ പ്ലാസ്റ്റിക്. അതെ. അത് പിന്നെ 5 വർഷം കഴിഞ്ഞ് വിറ്റാലും. എന്തായാലും നല്ല സീറ്റിംഗ് പൊസിഷൻ, നല്ല ഹൈറ്റ്, പിന്നെ നല്ല രസിക്കുന്നൊരു സംഭവമാണ് കേട്ടോ. ഇത് 5 സീറ്റർ ആണ്. 5 സീറ്റർ വേണമെങ്കിൽ 7 സീറ്റർ ആക്കാവുന്ന അത്രയും സ്പേസ് ഉണ്ട് ബാക്കിലൊക്കെ, അത്രയും നന്നായിട്ടുണ്ട്. പിന്നെ പതിവ് പോലെ തന്നെ ഇത് ഫ്രണ്ടിൽ ഇവിടെയാണ്. അത്ര സ്പേസും കാര്യങ്ങളെല്ലാം വന്നു ഇഷ്ടംപോലെ കൊടുത്തിരിക്കുന്നു. പിന്നെ റോട്ടറി സ്വിച്ചിൻ്റെ രസമായിട്ടുണ്ട്, നല്ല ക്വാളിറ്റി ഒക്കെ ഉള്ള. ആദ്യം ബട്ടൺസ് ആയിരുന്നു, പിന്നെ അത് ഇപ്പം മാറ്റി. ഇതാ രസം, ഇത് രസമുണ്ട്. എന്നാലും ഇതിൻ്റെ ബാക്കി നമുക്കൊന്ന് ഇരുന്ന് നോക്കാം. ഇവിടുത്തെ സ്പേസ് ഉണ്ടോ? ലെഗ് സ്പേസ് രക്ഷയില്ല. നല്ല തൈ സപ്പോർട്ട്. പിന്നെ പനോരമിക് സൺറൂഫ് തലയുടെ മുകളിൽ വരെ വരുന്നുണ്ട്. നല്ല വിൻഡോ ലൈനൊക്കെ ആണെങ്കിലും നമുക്ക് നല്ല വിഷ്വൽ ഇത് കിട്ടുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. അത് നല്ല അടിപൊളിയായിട്ടുണ്ട്. കൊള്ളാം.
ഇതിൻ്റെ വില മണികണ്ഠൻ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. അപ്പോൾ ഇവിടെ പറഞ്ഞ 2-3 മോഡൽ പുതുതായിട്ട് വന്നുള്ളൂ, ലോഞ്ച് ആയിട്ടില്ല. എനിക്ക് തോന്നുന്നു ഒരാഴ്ചക്കുള്ളിലൊക്കെ ലോഞ്ച് ആകുകയും വിലയൊക്കെ വരികയും ചെയ്യും. എന്തായാലും നിങ്ങൾ ഷാർജ വഴി പോകുമ്പോൾ ഒന്ന് കയറി നോക്കിയാൽ മതി, ഇത്രയും വണ്ടികൾ നിങ്ങൾക്ക് ഒരുമിച്ച് കാണാൻ സാധിക്കും. ആ ഉസാദോയുടെ ആ കളർ നല്ല രസമുണ്ട്, ആ റെഡ്. പക്ഷേ റെഡ് ഭയങ്കര രസമുള്ള കളറാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. പക്ഷെ ഇവിടെ ഈ സാധനം ഞാൻ അധികം വിറ്റ് പോയിട്ടില്ല. റെഡ് ആർക്ക് താല്പര്യമില്ല, അറിയില്ല എന്താന്നുള്ളത്. ഭയങ്കര രസകരമായിട്ടുള്ള കളറാണ്, നല്ല രസമുണ്ട്. മെയിനായിട്ട് നമ്മൾ സംസാരത്തിൽ റെഡ് ഞാൻ ഓപ്പൺ ആയിട്ട് പറയുകയാണ്. കാരണം ഞാൻ ഇതുവരെ ഒരു വണ്ടിയും റെഡ് വിറ്റിട്ടില്ല. പക്ഷെ ഞാൻ ഉപയോഗിക്കുന്നത് റെഡാണ്. നാട്ടിലായാലും ശരി റെഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ നാട്ടിലെ ചോപ്പിന് പ്രത്യേക സ്ഥാനമുണ്ടല്ലോ. പക്ഷെ ഇത് ഇവിടെ ആരും അത്ര പോയിട്ടില്ല. ശരിയാ, ടൗണിലും അല്ലെ നമ്മൾ കാണുന്നിടത്തൊന്നും അങ്ങനെ റെഡ് അധികം ഇല്ല. 3 കളേഴ്സാണ് ഏറ്റവും ഫാസ്റ്റ് ആയിട്ടാണ്, വൈറ്റ്, ഗ്രേ, ബ്ലാക്ക്. പിന്നെ ലൈറ്റ് സ്കൈ ബ്ലൂ എന്നുണ്ട്, അത് അധികം പോകുന്നത്. പക്ഷെ റെഡ് എനിക്ക് അധികം മൂവ്മെന്റ്സ് വിറ്റിട്ടില്ല. വണ്ടി മേടിച്ച ആൾക്കാരുണ്ടായിരിക്കും. അല്ല, ഹോങ്കിയുടെ ഞാൻ കണ്ടൊരു പ്രത്യേകത വെച്ചാൽ ഈ കുറച്ച് ഈ ക്രോം എലമെന്റ്സ് കൂടുതലായതുകൊണ്ട് ബ്ലാക്ക് ഭയങ്കര അതാണ് എൻ്റെ പ്രത്യേകതയായിട്ട് തോന്നുന്നത്. പക്ഷേ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആർക്കെങ്കിലും നമ്മുടെ സ്വന്തം പാർട്ടി നിറമായ റെഡിൽ വാഹനം വേണമെങ്കിൽ ഇവിടെ ഉണ്ട്, സാധനമുണ്ട്. അപ്പോൾ ഇനി എന്താണ് നമുക്ക് ഇനി കാണാനുള്ളത്? ഇതൊക്കെയാണ് ഇവിടെ മൊത്തത്തിലുള്ള വാഹനങ്ങളുടെ നിര എന്ന് പറയുന്നത്. അപ്പോൾ ഇനി പുതുതായിട്ട് 2 ഇലക്ട്രിക് കാറുകളാണ് വരാനുള്ളത്. അതെ. ഇപ്പോഴത്തെ അവസ്ഥയിൽ എനിക്ക് തോന്നുന്നത് ഏറ്റവും ബെസ്റ്റ് ഒരു 7 സീറ്റർ, ഏറ്റവും ബെസ്റ്റ് ഒരു 5 സീറ്റർ SUV. ഇത് രണ്ടും കിഡിലനാണ്. പിന്നെ നമ്മൾ കണ്ടല്ലോ ഞെട്ടിപ്പോയ സംഭവങ്ങൾ ഇവിടെയുണ്ട്. അപ്പോൾ മാറ്റം വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഇവർ മോഡലുകൾ എപ്പോഴും ഒരുപാട് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് മാത്രമല്ല, ഈ ഞങ്ങൾ ഇത്രയും ഒരു 3 വർഷത്തെ കസ്റ്റമർ ഫീഡ്ബാക്കിൽ ഇതുവരെ ആർക്കും, ഇനിയിപ്പോൾ ഈ ഹോഞ്ചി എടുത്ത ആളുകൾ ചിലപ്പോൾ നമ്മളെ വീഡിയോ കാണുന്നവരുണ്ടാവും. അല്ല, എന്തെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും പരാതി വന്നിട്ടുണ്ടോ അതിൻ്റെ താഴെ ഒരു കമൻറ്റ് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം. കാരണം അത്രയും രീതിയിൽ എല്ലാവരും നമ്മൾ ഒബ്സർവ് ചെയ്യാറ് എന്താണ് നിങ്ങളുടെ പ്രശ്നം, വണ്ടിക്ക് എന്തെങ്കിലും വിഷയങ്ങൾ. ഇതുവരെ ആരും ഒരു ഇഷ്യൂ പറഞ്ഞിട്ടില്ല. അതന്നെ ഒരു വലിയൊരു സന്തോഷമുള്ള കേസാണ്. തീർച്ചയായിട്ടും. കാരണം ആദ്യഘട്ടങ്ങളിൽ എനിക്കും ഒരു ചെറിയൊരു ഭയം ഉണ്ടായിരുന്നു. അടുത്ത ഇപ്പൊ വിറ്റിട്ടൊക്കെ പോകും കുറച്ച് കഴിഞ്ഞുള്ള ശരി. ഇപ്പൊ അതല്ല, ഇപ്പൊ പ്രൗഡ് മൂവ്മെന്റിൽ നമുക്ക് എവിടെ നിൽക്കാം, തലയോർത്ത് നിൽക്കാം. മെയിനായിട്ട് വേണം. അതിനകത്ത് വേറൊരു കാര്യം എനിക്ക് തോന്നിച്ചാൽ ഇപ്പം നമ്മുടെ ഇന്ത്യൻ പ്രസിഡന്റ് ഉപയോഗിക്കുന്ന ഒരു വണ്ടി അത് എന്നും പ്രശ്നമാണ് എന്ന് വേറൊരു നാട്ടുകാരൻ പറഞ്ഞാൽ എത്രത്തോളം നാണക്കേടുണ്ടാവും. അതുകൊണ്ട് തന്നെ അത് വളരെ ആയിട്ടാണ് അവർ ചെയ്തിട്ടുള്ളത്. വളരെ ഐ എം വെരി ഹാപ്പി. കാരണം ഒരു കാര്യം ചെയ്യുമ്പോൾ തലവേദനകൾ കുറഞ്ഞിട്ട് ബിസിനസ് എൻജോയ് ചെയ്യുന്ന ഒരു സംവിധാനം, അതാണ് ഇന്ന് നമുക്ക് കിട്ടുന്നത്. എന്താണ് ഇവരുടെ വണ്ടികളിൽ വരാവുന്ന സർവീസ് എന്താണ് പൊതുവെ വരാവുന്നത്? മേജർ സർവീസ് ഇപ്പോഴും ഒന്നും വന്നിട്ടില്ല. ഇപ്പോൾ അതിലിടയ്ക്ക് ഇപ്പോൾ ഒരു റീകോളിംഗ് സംവിധാനം വന്നിട്ടുണ്ടായിരുന്നു ഈ ഫ്യൂൽ പമ്പിന്റെ. അത് കംപ്ലീറ്റ് റീകോൾ ചെയ്തിട്ട് അവർ ചേഞ്ച് ചെയ്യണം. പക്ഷെ ഇതുവരെ വിഷയങ്ങളൊന്നും കിട്ടിയിട്ടില്ല. പക്ഷെ അവർ പറഞ്ഞു ആ ഫ്യൂൽ പമ്പ് ചേഞ്ച് ചെയ്യണം. അപ്പോൾ അതൊക്കെ ഫ്രീ ഓഫ് കോസ്റ്റിൽ. അത് മാത്രമേ എനിക്ക് ഇതുവരെ കിട്ടിയിട്ടുള്ള പ്രശ്നമുള്ളൂ, വേറെ ഒന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ ഇവരെങ്ങനെയാണ് കമ്പനി എത്രത്തോളം ഇവർ സഹകരണം ഉണ്ട് നമ്മൾ ഡീലേഴ്സും ഒക്കെ ആയിട്ട്? ഇറ്റ്സ് വളരെയധികം സപ്പോർട്ടാണ്. കാരണം ഓരോ അപ്ഡേഷനും ട്രെയിനിങ്ങും അതുപോലെ തന്നെ സ്പെയർ പാർട്സിന്റെ അവൈലബിലിറ്റി എല്ലാം വളരെ ഫാസ്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഏറ്റവും വലിയ വെയർ ഹൗസാണ് ജബലാലിയിൽ വരാൻ പോകുന്നത്. ഇവിടെ നിന്നാണ് മറ്റു രാജ്യങ്ങളിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ ഒരു വിഷയം പെട്ടെന്ന് തന്നെ പരിഹരിക്കാം. അപ്പോൾ ഇനി മണിയുടെ വികസന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? ഇനിയിപ്പം ഏറ്റവും പുതിയ ഷോറൂം ഇവിടെ വന്നു, ഇനി എന്താണ് മനസ്സിലുള്ള ആഗ്രഹമായിട്ടെങ്കിലും നിൽക്കുന്നതൊക്കെ എന്താണ്? അല്ല, മാക്സിമം ആളുകൾക്ക് ബെറ്റർ സർവീസ് കൊടുക്കുക, അതിൽ നല്ലൊരു ഇമേജ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാക്കുക. അതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ട്. പണം മാത്രമല്ലല്ലോ വിഷയം, പിന്നെ ഇതിന്റെ ഒരു ഡ്രീമാണ് ഏറ്റവും ലോ ലെവൽ പ്രൊഫൈലിന് കയറി വരുന്നതിന്റെ ഒരു. മണി വളരെ ചെറിയൊരു വർക്ക്ഷോപ്പിൽ ജീവിതം ആരംഭിച്ച് അവിടെ നിന്ന് ഒരു മൾട്ടി ലെവൽ വർക്ക്ഷോപ്പിലെത്തി, അവിടെ നിന്ന് ഇവിടെ എത്തി. ഇതുകൊണ്ട് മറ്റൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ സർവീസിന്റെ കാര്യം പറഞ്ഞില്ല, മണിക്ക് അറിയാത്ത കാര്യങ്ങളൊന്നുമില്ല വണ്ടിയുടെ മെക്കാനിക്കൽ സൈഡിൽ. അതെനിക്ക് തോന്നുന്നില്ല മറ്റ് ഡീലർഷിപ്പ് നടത്തുന്നവരെ സംബന്ധിച്ച് അത്രയ്ക്ക് ആ നോളജ് ഉണ്ടാകാൻ സാധ്യതയില്ല. അവരെ കുറ്റം പറഞ്ഞില്ല. പക്ഷേ മണിയുടെ കാര്യത്തിൽ അതുകൊണ്ട് തന്നെ ഏതൊരു വണ്ടിയുടെ മെക്കാനിക്കൽ സൈഡും കൃത്യമായിട്ട് അറിയാവുന്നതുകൊണ്ട് സർവീസ് അതുപോലെ പക്കയായിരിക്കും എന്നുള്ളത് യാതൊരു സംശയമില്ല. അതിലൊരു കോംപ്രമൈസും ചെയ്യാൻ പാടില്ല. കാരണം അത് അത്രയും വിശ്വസ്തനായിട്ടുള്ള സംവിധാനമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും പറയാനുള്ളൊരു കേസ് അതല്ല. ഇപ്പോഴും ഈ താഴെ നിൽക്കുമ്പോൾ ടെക്നിക്കൽ ടീമിനാണ് ഞാൻ ഏറ്റവും കൂടുതൽ, അവരാണ് എൻ്റെ അസറ്റ്. ഞാൻ ഈ ടോപ്പ് ലെവലുള്ള ഹയർ ലെവൽ മാനേജേഴ്സ് ഒക്കെ ഉണ്ട്, പക്ഷെ അവരെക്കായി കൂടുതൽ താല്പര്യം എനിക്ക് എൻ്റെ താഴെ എൻ്റെ ടെക്നീഷ്യന്മാരാണ്. അവരോട് കൂടെ ഇരുന്ന് സംസാരിക്കാനും അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കാനും ഞാൻ ഏറ്റവും കൂടുതൽ ശ്രമിക്കാം. അപ്പോൾ നമുക്ക് ഫ്യൂജറയിലാണ് മൾട്ടി ബ്രാൻഡ് വർക്ക്ഷോപ്പ് അല്ലേ? ഏത് ബ്രാൻഡ് നമ്മളിപ്പോൾ ബോഷിൻ്റെ ഓതറൈസ്ഡ് ഡീലർ ആയതുകൊണ്ട് എല്ലാ ഭാഗത്തേക്കും നമ്മൾ കൺസേൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ തന്നെ ഇനിയിപ്പോൾ ഷാർജയിൽ ആർക്കെങ്കിലും ഹൈ എൻഡ് വെഹിക്കിൾസോ അല്ലെങ്കിൽ ഏത് ഹൈ എൻഡ് വെഹിക്കിൾസ് എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ തരംതിരിക്കുന്നില്ല, ഏത് വാഹനമായാലും നമ്മളത് സർവീസ് ചെയ്ത് കൊടുക്കും. അത് ബോഷിന്റെ വാറന്റിയോട് കൂടിയിട്ടാണ് ചെയ്യുന്നത്. എല്ലാം ഉണ്ട്. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് മണിയെ സമീപിക്കാം. തീർച്ചയായിട്ടും. കാരണം നമ്മൾ ഹോഞ്ചി മേടിച്ചാലേ നമ്മളടുത്ത് വരാൻ പറ്റുന്നൊന്നുമില്ല. അവരുടെ അടുത്ത് ഏത് വാഹനമായാലും നമ്മളത് കമ്പനി ലെവലിൽ ഇപ്പോൾ ഒരു
ഡീലർഷിപ്പിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് അതേപോലെ നമ്മൾ ചെയ്തിട്ട് കൊടുക്കും. അത് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ വിശദമായിട്ട് ആ സർവീസ് സെൻ്റർ കാണിച്ചിരുന്നു. കിഡിലൻ സർവീസ് സെൻ്ററാണ് മൾട്ടി ബ്രാൻഡ്. അതൊരു കോംപ്രമൈസ് ഞാൻ ചെയ്യില്ല. ഞാൻ അതിൽ നിന്നാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് അതെ, അതിലൊരു കോംപ്രമൈസ് ഇല്ല. അപ്പോൾ ഇതാണ് ഹോങ്ചിയുടെ കഥ. പക്ഷേ മറ്റൊരു സംഭവത്തിലേക്ക് ഇപ്പോൾ മണി എത്തിയിരിക്കുന്നത് നമ്മളെ ഞെട്ടിക്കുന്ന ഒരു മോഡലാണ് ഗ്രനേഡിയർ എന്ന് പറയുന്നത്. അപ്പം ഇതൊരു ചൈനീസ് ബ്രാൻഡാണ് ഹോങ്ചി എന്നുള്ളതുകൊണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും അതിലൊരു മടി തോന്നുന്നുണ്ടെങ്കിൽ ഇത് ബ്രിട്ടീഷ് ബ്രാൻഡാണ് ഈ ഒരു ഗ്രനേഡിയർ എന്ന് പറയുന്നത്. അതായത് അതിൻ്റെ കഥ നോക്കുകയാണെങ്കിൽ ഡിഫൻഡർ എന്ന് പറയുന്ന പഴയ ഡിഫൻഡർ ഉണ്ടല്ലോ, ആ ഡിഫൻഡറിൻ്റെ ആ മോഡൽ നിർത്തലാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ഇനിയോസ് എന്ന് പറയുന്ന കമ്പനിയുടെ MD, അദ്ദേഹം ഓട്ടോമൊബൈൽ ഫീൽഡുള്ള ആളല്ല, അദ്ദേഹം എന്നിട്ട് അതിൻ്റെ ടൂളൊക്കെ തരാമോ, നമ്മൾ ആ ഷേപ്പിൽ വണ്ടി ഉണ്ടായിക്കോട്ടെ എന്ന് ചോദിച്ചപ്പോൾ പുച്ഛിച്ച് വിട്ടു. അപ്പോൾ അദ്ദേഹം അപ്പോൾ തന്നെ വന്നിട്ട് പുതിയൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്ത് ഏതാണ്ട് ആ രൂപത്തിലൊരു വാഹനം ഉണ്ടാക്കി. അതിനെതിരെ റേഞ്ച് റോവർ ഒന്ന് കോർട്ടിൽ പോയാലും കോർട്ട് നോക്കിയിട്ട് പറയും ഇത് അങ്ങനെ സിമിലാരിറ്റി ഒന്നുമില്ല, സാരമില്ല ഇവർ വിറ്റോട്ടെ എന്ന് പറയുന്നത്. ഒരു കിഡിലൻ സാധനമാണ്. അതിൻ്റെ കൂടി ഡീലർഷിപ്പാണ് നമ്മളിപ്പോൾ ഈ നിൽക്കുന്ന ഈ ഒരു സ്ഥാപനം. പക്ഷേ നമുക്ക് റാസൽ ഖൈമയിൽ അതിന് സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഷോറൂമുണ്ട്. കാരണം ബ്രിട്ടീഷും ചൈനയായിട്ടൊരു അടി വേണ്ടാന്ന് വെച്ചിട്ട് ഉണ്ടാക്കി. ഇവിടെയും നമുക്ക് സെപ്പറേറ്റ് ആക്കും. അപ്പോൾ നമ്മളിനി ജസ്റ്റ് നമുക്ക് ആ ഒരു മോഡൽ ഒന്ന് കാണാം. പക്ഷേ അതിനുശേഷം വിശദമായി നാളെ എനിക്ക് വണ്ടി ഒന്ന് തരണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്കൊരു ഗംഭീരമായ ടെസ്റ്റ് ഡ്രൈവ് വീഡിയോ തന്നെ ചെയ്യാം. ഇപ്പോൾ നമുക്കൊന്ന് കാണാം. അപ്പോൾ ഇതാണ് ആ സംഭവം എന്ന് പറയേണ്ടത്. നമ്മൾ ഈ ഡിഫൻഡർ പ്രേമികളുടെയൊക്കെ മനസ്സിലെങ്ങനെ ആവേശം ഉയർത്താവുന്ന ഒരു ഷേപ്പാണ്. എനിക്ക് തോന്നി സൈഡ് പ്രൊഫൈലിലുള്ള കുറച്ചൊക്കെ ആ ഒരു ഷേപ്പ് അല്ലേ, ബാക്കിയൊക്കെ അവർ മാറ്റിയിട്ടുണ്ട്. എങ്കിലും ഈ പറഞ്ഞാൽ അത് കുറ്റം പറയാമില്ല. കാരണം പഴയ ഡിഫൻഡർ എന്ന് പറയുന്നത് ഭയങ്കര രസികൻ ഒരു മോഡലായിരുന്നു. നിർത്തിയപ്പോൾ നമുക്കൊക്കെ വിഷമം തോന്നി. എൻ്റെ എറണാകുളത്ത് എൻ്റെ ഫ്രണ്ട് പ്രമോദിൻ്റെ കയ്യിലുണ്ട്, ഇപ്പോഴും കൊണ്ടു നടക്കുന്നുണ്ട് നല്ല ഡ്രസ്സായിട്ട്. നമ്മളത് വീഡിയോ ചെയ്തിരുന്നു, ഓർമ്മയുണ്ടാവും. ഇതാണ് ഇനിയോസ് എന്ന് പറയുന്ന കമ്പനി, ഗ്രനേഡിയർ എന്ന് പറയുന്ന സംഭവം. ജസ്റ്റ് ഒന്ന് ഇതിനെപ്പറ്റി പറയാമോ, എന്താണ് ഇനിയോസ് ഗ്രനേഡിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? പവർ, ഇത് സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം ഒരു ഗ്രനേഡിയർ എന്നുള്ളൊരു ബാറിൽ ഇരുന്നിട്ടുണ്ടായിട്ടുള്ള ഒരു ഡിസ്കഷനാണ് ഇനിയോസ് ഗ്രനേഡിയർ എന്നുള്ള പേരിലേക്ക് എത്തിയത്. പക്ഷെ അത് ചെയ്ത് വെച്ചിട്ടിരിക്കുന്നത് അമേസിംഗ് ആയിട്ടുള്ള സംഭവം. BMW ആണ് എഞ്ചിൻ, ZF ട്രാൻസ്മിഷൻ ആണ്, ബ്രംബോ ബ്രേക്ക് ആണ്. ലോകോത്തര നിലവാരത്തിലുള്ള എല്ലാ സംവിധാനങ്ങളും ഉൾപ്പെടുത്തിയിട്ട് മെഴ്സിഡസിന്റെ പ്ലാന്റിൽ ഇട്ടിട്ട് ഉണ്ടാക്കിയ സാധനമാണ് എന്ന് പറയുമ്പോൾ എല്ലാത്തിൻ്റെയും. അല്ല, ഞാനും മേടിച്ചു, എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു, ഞാൻ മേടിച്ചു. ഇതെന്താണ് ആണല്ലേ, ബെസ്റ്റ് ഓഫ് എവറിത്തിങ് എന്ന് പറയുന്ന സാധനമാണ്. അമേസിംഗ് സാധനമാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇന്നലെ ഇവിടെ വന്നപ്പോൾ ഇത് കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു ഇത് വേണ്ടായിരുന്നു, ഇതൊക്കെ ഒഴിവാക്കാനെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഇതൊക്കെ കാര്യമാണ്. ഇത് ടെൻ്റ് അടിക്കാനുള്ള അതിൻ്റെ ലോക്കുകളാണ് ഇതൊക്കെ, അല്ല വെറുതെ കൊടുത്തിരിക്കുന്നതല്ല. അല്ല, ഇനി ലോകരാജ്യങ്ങൾ ചുറ്റാനുള്ള പ്ലാൻ ഉണ്ടെങ്കിൽ ഈ വാഹനം അതിനുള്ള സാധനം ശരിയാണ്. എവിടെ ഏത് ടെറൈനിലും കയറും. ഓഫ് റോഡൊക്കെ കിഡിലിനാണല്ലേ. തീർച്ചയായും. ഇത് ജസ്റ്റ് ഒന്ന് കാണിക്കുന്നു, നമുക്ക് നാളെ വിശദമായിട്ട് കാണാം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അതിൻ്റെ മോഡൽസ് ഉണ്ട്. നമ്മൾ ഫ്ലൈറ്റിൻ്റെ കോക്പിറ്റിലെ പോലെയാണ്. മുകളിലൊക്കെ പഴയ കുറച്ച് പോർഷെ അതിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, പിന്നെ ഒന്നിലും കണ്ടിട്ടില്ല. അതൊക്കെയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. എന്തായാലും ഇതൊക്കെ വിശദമായിട്ട് നാളെ കാണാം. മണി, നമ്മൾ നാളെ ഇവിടെ നമ്മൾ തീർച്ചയായും നമുക്കൊരു ഫുജിറ ഷൂട്ട് ചെയ്യാനായിരിക്കും നല്ലത്. കുറച്ച് സ്ട്രോങ് ടെറിട്ടറിയിൽ നോക്കാം. യെസ്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് എന്നെ മണി വിളിച്ചിട്ട് കഴിഞ്ഞ തവണ ഞാൻ വന്ന് വീഡിയോ ഒക്കെ ചെയ്തപ്പോൾ എനിക്കൊരു ആശങ്ക ഉണ്ടായിരുന്നു, ഇതെന്താണ് ചൈനീസ് വാഹനം നമ്മളിന്ന് അങ്ങനെ പ്രൊമോട്ട് ചെയ്ത്. കാരണം ഏറ്റവും കൂടുതൽ മലയാളികളുള്ള ഒരു സ്ഥലമാണ് UAE എന്ന് പറയുന്നത്. ഇവിടെയൊക്കെ ചീത്തപ്പേരുണ്ടായി കഴിഞ്ഞാൽ ഫ്ലൈറ്റിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥ വരും. അതുകൊണ്ട് തന്നെ ഞാൻ ഹോങ്ചിയെ പറ്റി കാര്യമായിട്ടൊന്ന് പഠിച്ചു. തന്നെയല്ല, ഞാൻ ചൈനയിൽ പോയപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഔദ്യോഗികമായി ചൈനീസ് പ്രസിഡന്റ് സഞ്ചരിക്കുന്ന വാഹനം എന്ന് പറയുമ്പോൾ ഒട്ടും മോശമാകില്ലെന്ന് എനിക്കറിയായിരുന്നു. അതായത് ആ ഒരു ഫീഡ്ബാക്ക് തന്നെയാണ് നമുക്ക് ഇവിടെ നിന്ന് ഇപ്പോൾ ഈ വാഹനം വാങ്ങിച്ചവരൊക്കെ തരുന്നത്. എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ വീഡിയോ വന്നതിന് ശേഷമുള്ള മലയാളികളൊക്കെ ധാരാളം വന്നോ? എനിക്ക് സത്യത്തിൽ ഞാൻ ഒന്നാമത് ബിസിനസ്സിൽ ഫോക്കസ് ആയതുകൊണ്ട് അധികം ആൾക്കാരായിട്ട് പരിചയം ഉണ്ടായിരുന്നു. സത്യത്തിൽ കുറെ ആളുകൾ എന്നെ കോൺടാക്ട് ചെയ്തു. ആ ബന്ധം കുറെ ആളുകൾ ഇപ്പോഴും കീപ്പ് ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല, മലയാളീസിന്റെ പ്രത്യേകത കൂടിയാണ്. നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെന്നെ എന്റെ സെയിൽസ് ടീമായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സംവിധാനം വരും. എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കേസാണ്. മലയാളികൾ നാട്ടിൽ പരസ്യം സഹായിക്കില്ലെങ്കിലും ഇവിടെ മോശമല്ല. ഇവിടെ മലയാളീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അവരെല്ലാവരും ഒരു കോംപ്രമൈസ്. നമ്മൾ നിന്ന നിപ്പകളൊക്കെയല്ലേ ഓരോരുത്തരെയൊക്കെ മരണത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി 75 കോടിയൊക്കെ ഒരിക്കലും സംഭവിക്കാതെ. നമ്മൾ ചുമ്മാ തമാശക്ക് പറഞ്ഞാലും നമ്മൾ എന്നും ഒറ്റക്കെട്ടാണ്, അതൊക്കെ വേറെ കാര്യം എന്നൊക്കെ പറഞ്ഞാലും. പക്ഷെ അതിൽ വലിയ സന്തോഷം. പിന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെ കമന്റിലൊക്കെ ഭയങ്കര രസകരമായിരുന്നു. എനിക്ക് സത്യത്തിൽ നല്ല പേടിയുണ്ടായിരുന്നു, എന്നെ പോസ്റ്റാക്കി നിർത്തിയിട്ട്. പക്ഷെ ഞാനും ചിരിച്ചിട്ടോ, സത്യത്തിൽ അതന്നെയായിരുന്നു JPയുടെ പണിയാണ്. മാക്സിമം ഞാൻ ഇപ്പൊ ട്രൈ ചെയ്തിട്ടുണ്ട് ഒന്ന് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ല, അതിനകത്ത് വേറൊരു കാര്യമുണ്ട്. അന്ന് ഞാനിതെല്ലാം അവിടെ കണ്ട് എനിക്ക് ഒരു ആവേശം വന്ന് ഞാൻ കുറേ കയറി പറഞ്ഞു. മണിയെ കുറേ നേരം പോസ്റ്റാക്കി. അന്ന് ജയപ്രകാശ് പയ്യന്നൂരായിരുന്നു
ഷൂട്ട് ചെയ്തത്. ഇന്നിപ്പോൾ ജയപ്രകാശിൻ്റെ ശിഷ്യൻ ബിജോയാണ് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് പക്ഷേ മണിയും കുറച്ചുകൂടിയൊക്കെ വീഡിയോയിൽ ഫ്ലെക്സിബിളായി. അതുകൊണ്ടാണ് അങ്ങനെ ഇനി ഇനി ചീത്തപ്പേര് വരാതിരിക്കാൻ വേണ്ടി വളരെ ട്രൈ ചെയ്തു. അപ്പോൾ എന്തായാലും നിങ്ങൾ ഷാർജയിലായാലും എവിടെയായാലും ഏത് എമിറേറ്റിലായാലും ഇവിടെ വരിക, ഈ ഷോറൂം കാണാം. വളരെ വിശാലമായ ഷോറൂം, അതോടൊപ്പം തന്നെ വിശാലമായ സർവീസ് സെൻ്ററും ഉണ്ട്. അപ്പം ഇഷ്ടം പോലെ മോഡലുകൾ നമ്മളിപ്പോൾ ഈ കാണിച്ചതൊന്നും അല്ല. ശരിക്കും പറഞ്ഞാൽ ടിപ്പ് ഓഫ് ദ ഐസ്ബർഗ് എന്ന് പറഞ്ഞ പോലെയാണ് ഇതിൻ്റെ എന്താ പറയുക, സ്പെക്കായാലും അതുപോലെ തന്നെ ഇതിൻ്റെ ഫീച്ചേഴ്സ് ആയാലും എല്ലാം നമ്മൾ പറഞ്ഞതൊന്നുമില്ല. വളരെ കുറച്ച് കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. എല്ലാം വിശദമായിട്ട് കണ്ട് മനസ്സിലാക്കാനൊക്കെ ആയിട്ട് ഇവിടെ വരിക. അപ്പം ഇവിടെ കോൺടാക്ട് ചെയ്യണ നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ മണി, അപ്പോൾ നാളെ നമുക്ക് ഗ്രനേഡിയറുമായിട്ട് തീർച്ചയായിട്ടും വിശദമായിട്ട് കാണാം. എന്തായാലും വലിയ സന്തോഷം. കാരണം നിങ്ങൾക്കൊരിക്കലും ചീത്തപ്പേര് ഉണ്ടാക്കരുത് എന്നുള്ള രീതി എനിക്കുണ്ട്. ഇല്ലെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഞാൻ ധൈര്യമായിട്ട് വീണ്ടും വന്നത്. തീർച്ചയായിട്ടും താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. ശരി.